ഭക്തന്മാർ ഈ ക്രൂശിനെ നോക്കി യാത്ര ചെയ്തിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ഭാരങ്ങളും കഷ്ടതകളും പലവിധമായ പ്രശ്നങ്ങളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്കും ഈ യാത്രയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. കാരണം വലിയവനായ ദൈവം തന്റെ ഭക്തന്മാരോട് കൂടെ കൂടെ പറയുന്നൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവമക്കളെ, നമുക്കും അവനെ ബോധ്യത്തോടെ നമ്മോട് കൂടെ ഇരിക്കുന്ന, ഉറങ്ങാത്ത ഉറക്കം തൂങ്ങാത്ത സർവശക്തനായ ദൈവത്തെ നമുക്ക് കരങ്ങളെ അടിച്ച് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. സിയോൻ സഞ്ചാരി, ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. എല്ലാവർക്കും പരിചയമുള്ള പാട്ടെന്ന് കരുതുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സദ്യയിൽ ദൈവത്തെ പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. അവൻ ഭയക്കുകയില്ല, ഉറങ്ങുകയില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ ഭയക്കുകയില്ല, ഉറങ്ങുകയില്ല, ഇസ്രായേലിൻ ദൈവം സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
മെച്ചപ്പോരാ. ഹല്ലേലൂയ. മെച്ചപ്പോരാ. ഹല്ലേലൂയ. വലിയ സുഖത്തോടെ ഹല്ലേലൂയ. വീട്ടിൽ മക്കളെ വഴക്ക് പറയുന്ന വെച്ച് പറഞ്ഞു ഹല്ലേലൂയ. കുറച്ച് ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറയും. വെപ്പുകല്ലായാലും കുഴപ്പമില്ല, ചിരിച്ചാൽ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് നമുക്ക് നൽകുന്ന ഈ അവസരം ഒരിക്കലും പാഴാക്കുക. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഒന്നോർത്താൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതം കണ്ട അനേക ജീവിതങ്ങൾ നമ്മെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ഇന്ന് രാവിലെ നമ്മെ പോലെ ഉണർന്ന അനേക ജീവിതങ്ങൾ പ്രദോഷം കാണാതെ, സന്ധ്യ കാണാതെ എത്രയോ പേർ മരണം വഴി ലോകത്തിൽ കടന്നുപോയി. എത്രയോ പേർ അപ്രതീക്ഷിതമായി ലോകത്തിലേക്ക് എനിക്ക് മാറ്റപ്പെടും. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ മഹാകരുണയാണ് ആയുസ്സോടും ആരോഗ്യത്തോടും നാം ഈ ഗ്രൗണ്ടിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഈ ദൈവത്തെ നമുക്ക് വീണ്ടും നന്ദിയോടെ സ്തുതിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ട് കൂടെ ചേർന്ന് പാടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പ്രകാരം പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി അവൻ കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, ഉറപ്പുള്ള പാറമേൽ അവൻ നിർത്തി. കഴിഞ്ഞ കാലങ്ങളിൽ നാമും ഇതുപോലെ പാപത്തിന്റെ അവസ്ഥയിൽ ആയിരുന്നു പോലും വലിയവനായ ദൈവം നമ്മോട് കാണിച്ച ദൈവത്തിന്റെ കരുണയും സ്നേഹത്തെയും നമുക്ക് ഓർത്തുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. വലുതുകരമേന്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. സ്വരമേന്തി ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ വെച്ച് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ ഹല്ലേലൂയ. Thank you.
പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും നമ്മളായിരിക്കുന്ന കസേരകളിൽ വയ്ക്കും. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം പൂർണ്ണമായിട്ടും ചേർത്തടയ്ക്കാം. കൊച്ചുമക്കളടക്കം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ പൂർണ്ണമായിട്ടും ചേർത്തടച്ചു. കണ്ണുകളടയ്ക്കാൻ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല, ലോകത്തിലെ പല കാഴ്ചകളും കണ്ട് ഒത്തിരി ഭാരപ്പെട്ട് നിരാശയോടെ തളർന്നും തകർന്നുമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. യേശു പറഞ്ഞു, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ സത്യമായും കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ തൊട്ട് അരികിലുണ്ട്. പ്രിയരെ, നമ്മുടെ പുറമെയുള്ള കണ്ണുകളെ ഒന്ന് ചേർത്തടച്ച് ഹൃദയത്തിന്റെ കണ്ണുകളെ നമുക്ക് പർവ്വതങ്ങളിലേക്ക് ഉയർത്താം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രി കാലം കണ്ണുകളെ ചേർത്തടച്ചുകൊണ്ട് നാം നിൽക്കുമ്പോൾ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നവനായ നമ്മുടെ പ്രാണപ്രിയനായ യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് പകൽക്കാലം നാം ഈ ലോക ജീവിതത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അറിഞ്ഞും അറിയാതെ അനവധി തിന്മകളും പാപങ്ങളും നമ്മിൽ പറ്റിയിട്ടുണ്ട്. അതെല്ലാം കഴുകുവാനും ക്ഷമിക്കുവാനും നമ്മെ പുതിയ സൃഷ്ടിയാക്കുവാനും അവന്റെ മക്കളാക്കുവാനും യേശു മതിയായതാണ്. ഇന്ന് രാത്രി കാലം ഈ ദൈവികമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാവവും ഇന്ന് രാത്രി കാലം അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കരുത്. അതുകൊണ്ട് കർത്താവിനോട് പറയണം, യേശുവേ, ഇന്ന് രാത്രിയിൽ എന്നെ കഴുകണമേ. പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നെ മുഴുവനായി കഴുകണമേ. നിങ്ങൾക്ക് കൊതിയുണ്ട് പ്രിയരെ, നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന കർത്താവ്, രക്ഷിക്കുന്ന ദൈവം നിന്നോട് കരുണ കാണിക്കുന്ന രാത്രി കാലം മതിയായവനാണ്. ഇന്ന് പാപങ്ങളെല്ലാം നീങ്ങട്ടെ, രോഗങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ, സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ നമുക്ക് കണ്ണുകളെ തുറക്കാതെ ശക്തമായി കരങ്ങൾ അടിച്ച് സകലതും മറന്ന് വലിയവനായ ദൈവത്തെ ഒത്തുചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ, സർവ്വീരട്ടി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിച്ച് പാടി ദൈവത്തെ ആർത്തുപാടി ആരാധിക്കാം. എല്ലാവരും കരങ്ങൾ അടിച്ച് ആരും കണ്ണുകളെ തുറക്കാതെ ശക്തമായി ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരുകണമേ, തിരുക്കരത്താൽ
എന്നെ തിരുരക്തത്താൽ കഴുകണമേ ഇരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. കരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദാസ്ഥാനങ്ങളിൽ ഇരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ അനേകവിധ ഭാരങ്ങളാലും രോഗങ്ങളാലും അനേകവിധ ബുദ്ധിമുട്ടുകളാലും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവിനോട് നമ്മുടെ ഭാരങ്ങളെ ഒന്ന് വിളിച്ചു പറ. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ കടന്നു സൗഖ്യമായതിന്റെ രോഗങ്ങൾ എല്ലാം എന്റെ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ചേർന്ന് സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് പാടി സ്തുതിച്ച് ആരാധിക്കാം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ മാറിപ്പോയി
സർവശക്തനായവനേ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ Hello, 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 hello. Hello, 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 hello. La la. സർവശക്തനായവനേ യേശുവിന്റെ യേശുവിന്റെ കഴുകല യേശുവിന്റെ സൗഖ്യമാ യേശുവിന്റെ യേശുവിന്റെ ദൈവനാമത്തിൽ നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സുവാർത്താ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രികാരി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ ബൈജു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു.
രാത്രിയിലെ എല്ലാ ശുശ്രൂഷകളെയും തുടർന്ന് നടക്കുന്ന പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് രാത്രിക്കാലം കർത്താവേ, ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ നാമത്തിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇരിക്കുന്നത് വിശപ്പും ദാഹവുമായിട്ടാണ്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. മാറ്റമില്ലാത്ത മാധുര്യമേറിയ ദൈവവചനത്തിലുള്ള വിശപ്പും ദാഹവുമായി വീണ്ടും സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ഇവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ജനത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇവിടെ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ മക്കളെ ഇവരുടെ സകലതിനെയും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കഴിഞ്ഞ രാത്രി ബഹുമാനപ്പെട്ട ജോൺസൺ സി ജേക്കബ് അച്ഛൻ ഉദ്ഘാടനം ചെയ്ത ഈ ശുശ്രൂഷ രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ രാത്രി ജോർജ് മാന്തോട്ട അച്ഛൻ കൂടിയിട്ട് ത്രിസായുടെ ചില പ്രത്യേകതകൾ കണ്ണുനീരോടെ അവിടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മറ്റാരോടും പറയാതെ ദേവാലയത്തിൽ അവളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് വേണ്ടി പുതിയൊരു പ്രമാണം, ഒരു പുതിയൊരു നിയമം സ്വർഗത്തിന് ദൈവം കൊടുത്ത് അവളെ സമാധാനത്തോടെ പറഞ്ഞയച്ചത് യേശുവിനെ കുറിച്ച് ദൈവത്തെ കുറിച്ച് കഴിഞ്ഞ രാത്രി നമുക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ നോട്ടീസ് അടിച്ചതുപോലെ ദൈവം ബിജു നെട്ടും പറഞ്ഞു എന്ന് പറയുന്ന ദേവദാസനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവിന് ശാരീരികമായ ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് അതൊരു സാധിക്കില്ല എന്ന് രാത്രി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ദൈവസേനയിൽ വളരെ പ്രാർത്ഥിച്ചു. ദൈവം തക്ക ഒരാളെ വേണ്ടി ദൈവം ഒരുക്കി. ഈ വർഷത്തെ കൺവെൻഷനെ ഞാൻ ചേർക്കുവാൻ ആഗ്രഹിച്ചാണ്. പക്ഷേ ടെലിഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ലഭിച്ചില്ല. എന്നാൽ ആര് പ്രസംഗിക്കണം എന്നുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാണ്. എത്രയും ബഹുമാനപ്പെട്ട സാം കെ ഉദുപ് സാറാണ് ഇന്ന് നമുക്കിവിടെ ദൈവദിനമായിട്ട് നമ്മുടെ നടുവിൽ നിൽക്കുന്നത്. അദ്ദേഹം കോട്ടയം മാങ്ങാനം എക്യുമെനിക്കൽ യൂത്ത് ഫെലോഷിപ്പ് കോട്ടയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ടീമായിട്ട് കർത്താവിന്റെ മഹത്തരമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട സാം കെ ഉദുപ് സാറ് ചിലർക്ക് കൂടെ പരിചയമുണ്ട്. സഭയിലെ ഡൽഹി ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപ്പി ആയിരിക്കുന്ന എബ്രഹാം മാർ പൗലോസിന്റെ സ്വന്തം സഹോദരനാണ്. ജോലി രാജിവെച്ചിട്ട് കർത്താവിന്റെ മഹത്തരമായ ശുശ്രൂഷ പ്രിയപ്പെട്ട സാം സാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ പട്ടണത്തിന്റെ നടുവിൽ കർത്താവിനെ ഉയർത്തുവാൻ ഇന്ന് ദൈവം കൊണ്ടുവന്ന ദൈവഗത പ്രകാരം കൊണ്ടുവന്ന വ്യക്തിയാണ് സാം കെ ഉദുപ് സാറ്. ഈ സുവാർത്ത മഹോത്സവത്തിലേക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാം കെ ഉദുപ് സാറിനെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നല്ല മനോഹരമായ പാട്ടുകൾ പാടി നമ്മളെ ആത്മീയമായി സന്തോഷിപ്പിച്ച
നമ്മുടെ ബൈജു എൽദോസ് ഈ പ്രിയപ്പെട്ടവരാണ്. അവർ കോതമംഗൽ പാണൻകുഴി എന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ വന്നത്. ഇവർ ഇന്നും നാളെയും മറ്റന്നാളും ഇവരായിരിക്കും നമ്മുടെ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വെബ്സൈറ്റിൽ ഇന്നലെ പലരും കണ്ടു കാണും നമ്മുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ജോൺ അഞ്ചേരി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നിങ്ങളുടെ വലിയ സമയം മാറ്റിവെച്ച് ദൈവത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സുവാർത്ത മഹോത്സവത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇപ്പോൾ ദൈവശുശ്രൂഷയ്ക്കായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ദൈവം തന്ന നല്ല അവസ്ഥയോ ഞാനൊരു പകരക്കാരനായി നല്ല ദൈവത്തിന് എല്ലാത്തിനും പൂർണ്ണമായി ഈ വർഷത്തെ തൃശ്ശൂരിന്റെ ഈ കേന്ദ്ര ഭാഗത്ത് ദൈവജനം പറയുക ദൈവം എനിക്ക് തന്ന നിയോഗമായി ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് എന്നെ എന്റെ ചുമതലക്കാരോട് പ്രത്യേകിച്ചുള്ളതായി നന്ദി സ്നേഹം പ്രത്യേകമായി കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ പകൽക്കാലം നാം പലയിടങ്ങളിലായിട്ട് ജീവിതത്തിൻ്റെതായ വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ ഈ സന്ധ്യകൾ വേറിട്ട് ദൈവദിനം പഠിക്കുവാൻ ദൈവത്തിന്റെ സന്നിധാനമായിരിക്കുന്നതായി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏകാഗ്രമാക്കി ഒരുക്കപ്പെട്ട നിലത്ത് വിത്ത് വിതച്ചെങ്കിൽ മാത്രമേ നല്ല ഫലമെടുക്കുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്റെ ഹൃദയത്തിലേക്ക് എന്റെ മനസ്സിലേക്ക് ഈ ദൈവവചനമാകുന്ന വിത്ത് ഇന്ന് എറിയപ്പെടുമ്പോൾ ആഴത്തിൽ നിന്ന് പതിയപ്പെടുവാൻ നല്ല വിളവെടുക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരമുണ്ടായിരിക്കാം, രോഗമുണ്ടായിരിക്കാം, പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. എന്നാൽ സകലതും അറിയുന്ന ദൈവത്തിന് വഴിയുള്ള നാം നന്മയല്ല ഇതൊന്നും ചെയ്തിടാത്തവൻ ആകെ മായിക്കുന്നവൻ പാപവൻ പുതുജീവനെ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. ചേർന്ന് പാടിയാട്ടെ. യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. നിന്റെ പ്രശ്നത്തെക്കാൾ അവൻ വലിയവനാണ്, നിന്റെ പ്രയാസത്തെക്കാൾ അവൻ വലിയവനാണ്. എന്നാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ മതിയായവനാണ്. ഇന്ന് രാത്രി നിന്റെ സകല ഭാരത്തിന്മേലും നിന്റെ സകല പ്രശ്നങ്ങളുമേലും ഇന്ന് അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി പുതിയ അനുഭവത്തിലായി തീരുവാൻ, പുതിയ അനുഭവത്തിലായി തീർക്കുവാൻ ഈ ദൈവം മതിയായവനാ. ചേർന്ന് പാടിയാട്ടെ. യേശു യേശു അവനാരിലും വലിയവൻ എന്റെ യേശു യേശു അവനാരിലും മതിയായവൻ. ഞങ്ങളെ
അധികമായി സ്നേഹിക്കുന്ന കരുതുന്ന കർത്താവേ, ഈ രാത്രിയെങ്കിലും നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതായ ഈ പ്രിയ മക്കളുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ജീവിതത്തിന്റെ അവസ്ഥകളോ ഒന്നും അടിയൻ അറിയുന്നില്ല കർത്താവേ. എങ്കിലും സകലതും അറിയുന്നതായ നിന്റെ മക്കളിലേക്ക് അടിയൻ പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മക്കൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് മനസ്സിലാക്കി അടിയന്റെ നാവിൽമേ അത് നൽകപ്പെടണമേ. അത് അധികാരത്തോടെ വിളമ്പപ്പെടുവാൻ, ഒന്നിച്ച് ഭക്ഷിച്ച് ബലപ്പെട്ട് പുതിയ അനുഭവത്തോടെ മടങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്നാണ് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ ഇന്നത്തെ രാത്രിയിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യം വായിക്കട്ടെ. 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. 17, 18, 19 വാക്യങ്ങൾ ചേർത്ത് പഠിച്ചാൽ നമുക്കിങ്ങനെ വായിക്കാം. ഞാൻ പരദേശിയാണ്, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണം. ഞാനും നിങ്ങളും പരദേശിയായി പാർക്കുന്ന ഒരിടം. എന്താണ് പരദേശി എന്ന് പറയുമ്പോൾ? സ്ഥായിയായി ഒന്നുമില്ലാത്തതായ അവസ്ഥ, സ്വന്തം നാടിനെ കുറിച്ച് എപ്പോഴും വാഞ്ചിക്കുന്നതായ, ആ നാട്ടിലേക്ക് കടന്നു പോകുവാൻ വ്യഗ്രതയോടെ ജീവിക്കുന്നതായ ഒരവസ്ഥ. ബന്ധങ്ങളെല്ലാം താൽക്കാലികമായിരിക്കും, ചിതറിപ്പാർക്കുന്നതായ അവസ്ഥ. ജീവിത സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതികൾ ഉണ്ടായിരിക്കും. വേദോസം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുന്നു, മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80 എന്ന് പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും പാർക്കുന്നതായ ഈ ഒരു നാട് എന്ന് പറയുന്നത് ഒരു ഇടത്താവളം മാത്രമാണ്. ഇവിടെ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് 70 ആകാം, ചിലപ്പോൾ 80 ആകാം എന്ന് വേദോസം ഓർമ്മിപ്പിക്കുക. എത്രയും ആയിക്കോട്ടെ, എന്നാൽ പരദേശിയായി ഞാൻ പാർക്കുന്ന ഇടത്ത് ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ എന്റെ അകക്കണ്ണ് ഒന്ന് തുറന്നപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ യേശു കർത്താവിന്റെ അരികിൽ കുരുടനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. അവന് സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവ് അവനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അപ്പോൾ അവൻ പറയുന്നു, ചില നിഴലുകൾ പോലെ, മരങ്ങൾ പോലെ മനുഷ്യനെ കാണുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ആളുകൾ നിഴലുകളായി മാറുന്നതായ ഒരവസ്ഥയിലത്രേ ഞാനും നിങ്ങൾ നിന്നായിരിക്കുന്നത്. കാണേണ്ടതുപോലെ കാണുവാൻ, അറിയേണ്ടതുപോലെ അറിയുവാൻ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഘടനക്കാരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ജീവിച്ചിരിക്കുവാൻ എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ. എന്തിനാണ് എന്റെയും നിങ്ങളുടെയും അകക്കണ്ണ് തുറക്കപ്പെടേണ്ടത്? ഇന്ന് രാത്രി ഈ ഭാഗം പഠിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയും ദൈവം അവരെ ഏദൻ തോട്ടത്തിലാക്കി അതിന്റെ സുഖസൗകര്യങ്ങൾ ജീവിക്കുവാൻ, ദൈവം സൃഷ്ടിച്ചതിനെ പരിപാലിക്കുവാൻ, അതിലൂടെ ജീവിക്കുവാൻ, വളരുവാൻ അവരെ ആഗ്രഹിക്കും. ദൈവത്തിന്റെ താല്പര്യത്തിൽ നിന്ന് അനുസരണക്കേട് കാട്ടി പാപത്തിൽ വീണപ്പോൾ അവർ ഏദൻ തോട്ടത്തിൻ്റെതായ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായി കാണാം. ദിവസം നാം പഠിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്, വെയിലാറിയപ്പോൾ വൈകുന്നേരങ്ങളിൽ ദൈവത്തോടുകൂടെ ഒന്നിച്ച് സഞ്ചരിക്കുന്നതായ ഒരു അനുഭവം. ഒരു ദിവസം ദൈവം കടന്നു വന്നപ്പോൾ ദൈവം കാണാതെ അവർ മറഞ്ഞിരിക്കുക. ആ ഭാഗം പഠിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. പാപത്തിന്റെ നഗ്നത വെളിവാകണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും അകക്കണ്ണ് തുറക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പാപം നിറഞ്ഞതായ പാപഭംഗിതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ പാപമെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും അകക്കണ്ണ്
പറയപ്പെടേണ്ടതായിട്ടുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യം പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, പാപത്തിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കുന്നതായ സാത്താന്റെ 3 തന്ത്രങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക. അവിടെ പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെതായ പ്രതാപം. ശാരീരികമായ സംതൃപ്തിക്ക് വേണ്ടി ജനീകമായ മോഹം കൊടുത്ത് അതിലൂടെ പാപത്തിലേക്ക് വലിച്ചെടുക്കുക. അത് മാത്രമല്ല, കണ്ണിൻ്റെതായ അതിമോഹത്തിലൂടെ കണ്ണിലൂടെ പാപത്തിലേക്ക് നയിക്കപ്പെടുക. ജഡത്തിന്റെ പ്രതാപത്തിലൂടെ ജഡത്തിന്റെ അകന്തയിലേക്ക് പ്രേരിപ്പിച്ച് പാപത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആദ്യ മാതാപിതാക്കളെ ഒന്ന് എടുത്തു നോക്കിയാട്ട് ഈ 3 തന്ത്രങ്ങളിലൂടെ എത്ര പാപത്തിലേക്ക് അവർ വീണെന്ന് കാണുവാൻ സാധിക്കും. ഇതേ 3 തന്ത്രങ്ങൾ തന്നെ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സാത്താൻ എടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതേ തന്ത്രങ്ങൾ തന്നെ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതായ ഈ ആത്മീയ ലോകത്തിൽ സാത്താൻ എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്താണ് ജഡമോഹം എന്ന് പറയുന്നത്? ശാരീരികമായ സംതൃപ്തിക്ക് വേണ്ടി ചില ക്രിയകളൊക്കെ ചെയ്യത്തക്കവണ്ണം, അല്ലെങ്കിൽ ശാരീരികമായ ബലത്തിന് വേണ്ടി, ജഡീകമായ സുഖത്തിന് വേണ്ടി സാത്താൻ നൽകപ്പെടുന്നതായിട്ടുള്ളതായ ചില ചിന്തകളിലൂടെ, ചില പ്രേരണകളിലൂടെ ഈ ജഡ മോഹത്തിലേക്ക് വീഴുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്കിൽ നാം വായിക്കുന്നുണ്ട്, അവരോട് കഴിക്കരുത്, പറിക്കരുത്, ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതായ പഴത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പഴം തിന്മാൻ നല്ലത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുമ്പോൾ സാത്താൻ അവർക്ക് പ്രേരണ കൊടുക്കുകയാണ്. ഈ പഴം തിന്മാൻ നല്ലതാണ്, ഈ ഫലം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ലതാണെന്നുള്ളതായ പ്രേരണ നൽകി അവരെ ജഡത്തിൻ്റെതായ പാപത്തിലേക്ക് വീഴിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യേശു കർത്താവിന്റെ പരസ്യ ആരംഭത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരും നമുക്ക് കാണുവാൻ സാധിക്കും. 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മീകമായി ബലപ്പെട്ട് ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുവാൻ തുടങ്ങുമ്പോൾ സാത്താൻ പറയുക, ആത്മീകമായി നീ ബലപ്പെട്ടുവെങ്കിലും ശാരീരികമായി നീ ബലഹീനനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കല്ലുകളോട് നീ പറഞ്ഞാൽ ഇത് അപ്പമായി തീരും. ശാരീരികമായ ക്ഷീണത്തിന്റെ തലത്തിൽ ഒരു പ്രേരണ നൽകി ശാരീരികമായ ഒരു ആസ്വാദനത്തിലൂടെ, ശാരീരികമായ ഒരു സംതൃപ്തിയിലൂടെ ജഡമോഹത്തിലേക്ക് കർത്താവിനെ നയിക്കുക. കർത്താവ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആദ്യ മാതാപിതാക്കൾ ജഡമോഹത്തിലൂടെ വീണുപോയെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ശാരീരികമായ സംതൃപ്തിക്ക് വേണ്ടി, ജഡത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഇന്ന് അറിയാതെയോ ഈ ഒരു പ്രേരണയിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ആകർഷണനെ ഒന്ന് തുറക്കണമേ. ശാരീരികമായ ജഡത്തിൻ്റെതായ പാപത്തിന്റെ വ്യക്തത വെളിവാകത്തക്കവണ്ണം എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറന്ന് നൽകണമേ. രണ്ടാമത് കണ്ണിൻ്റെതായ അതിമോഹമാണ്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇത് കാണുവാൻ ഭംഗിയുള്ളതായ ഫലമാണ്. അവർക്ക് ഫലം പറിക്കുവാൻ പ്രേരണ രണ്ടാമത് നൽകുന്നത് കണ്ണിലൂടെയാണ് നൽകപ്പെടുന്നത്. കണ്ണിന് ആസ്വാദകരമായി തീരുന്നത്, കണ്ണിന് ഇമ്പകരമായി തീരുന്നത് പലപ്പോഴും നേടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ പാപത്തിൽ വീണുപോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ടുള്ളതായ ദാവീദിന്റെ ജീവിതത്തിൽ പാപത്തിലേക്ക് വീണുന്നത് ഈ ഒരു കണ്ണിന്റെ അതിമോഹത്തിലൂടെയാ. നാം ശൗമേൽ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദ് തന്റെ പട്ടുമത്തയിൽ കിടന്ന് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ അവൻ അവിടെ എഴുന്നേറ്റ് മട്ടുപാവിലൂടെ ഉലാത്തുകയാ. അങ്ങനെ ഉലാത്തിയതായ സമയത്ത് അവന്റെ കണ്ണ് കാണാൻ പാടില്ലാത്തതായ, നോക്കാൻ പാടില്ലാത്തതായ ഇടത്തേക്ക് നോക്കിയപ്പോൾ കണ്ണ് ഒരു സ്ത്രീയിൽ ആകർഷയായി തീർന്ന് ആ സ്ത്രീയിലൂടെ അവൻ പാപം ചെയ്തുവെങ്കിൽ ദാവീദിനെ സംബന്ധിച്ച് അവൻ രാജാവായി
തന്റെ സൈന്യത്തിലുള്ള ആളുകൾ യുദ്ധക്കളത്തിലായിരുന്നപ്പോൾ അവരെ മുൻപിൽ നിന്ന് പട നയിക്കേണ്ടതായ രാജാവ് പട നയിക്കാതെ രാജകൊട്ടാരത്തിൽ ജീവിച്ചതുകൊണ്ടാണ് അവൻ പാപത്തിൽ കണ്ണിലൂടെ വീണുപോയത്. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, എന്നെ നിങ്ങളെയും ആക്കിയിരിക്കുന്നതായ ശുശ്രൂഷ മേഖലകളിൽ, ശുശ്രൂഷ രംഗങ്ങളിൽ നാം ശരിയായ പ്രവർത്തിക്കാതിരുന്നാൽ ശത്രു കൊണ്ടെത്തരുന്നതായ കണ്ണിന്റെ സ്വാധീനത്തിലൂടെ ഞാനും നിങ്ങളും വീണുപോകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്കറിയാം, നാം ജീവിക്കുന്നതായ ലോകം നമ്മെ മയക്കുന്നതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ പ്രോഗ്രാമുകൾ നമ്മുടെ കണ്ണിനെ മയക്കിക്കളയുന്നതാ, ജീവിതത്തെ മയക്കിക്കളയുന്നതാണ്. അത് നമ്മുടെ കണ്ണിന് ആസ്വാദകരമായി തീരുമ്പോൾ, ഇമ്പകരമായി തീരുമ്പോൾ അനേകർ അതിൽ വീണുപോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. രാത്രി നമ്മോട് ചോദിക്കണം, കണ്ണിന്റേതായ അതിമോഹം, കണ്ണിന്റേതായ താല്പര്യം, അതിലൂടെ ഞാൻ പാപത്തിൽ ചെന്ന് വീഴുന്നുണ്ടോ? ഇതേ തന്ത്രം തന്നെ യേശു കർത്താവിന്റെ അടുക്കൽ ശത്രു എടുക്കുക. അവനെ ഉന്നതമായ പീഠത്തിൽ കൊണ്ടുപോയി ഒരു നേരം കൊണ്ട് ലോകത്തിന്റെ സൗന്ദര്യങ്ങളും ലോകത്തിന്റെ നന്മകളും മുഴുവൻ കാട്ടിക്കൊടുക്കുക. ഇത് പറയുക, എല്ലാം അധിപൻ ഞാനാണ്, എന്റെ മുൻപിൽ നീ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി, ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാം. ഇതാ ഈ കണ്ണിന്റെ ഒരു പ്രേരണ കർത്താവ് അതിൽ വിജയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് നിങ്ങൾക്കും ഇന്ന് ഈ കണ്ണിന്റെ പ്രേരണയിൽ വിജയിക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ അകക്കണ്ണെന്ന് തുറന്ന് ഈ പാപത്തിന്റെ വ്യക്തത ഒന്ന് തെളിവാക്കി നൽകണമേ. മൂന്നാമത് പറയുന്നു, ജീവനത്തിൻ്റെതായ പ്രതാപം, അല്ലെ ജീവനത്തിൻ്റെതായ അഹന്ത എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ പലതുമാകുവാൻ വേണ്ടി അഹന്തയിലൂടെ, സ്വയത്തിലൂടെ പലരും വളരുവാൻ ശ്രമിക്കുക. അറിഞ്ഞോ അറിയാതെയോ അതിലൂടെ പാപത്തിൽ വീണുപോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പൊ ദൈവത്തെ പോലെയാകുവാൻ സാധിക്കുമെന്നുള്ളതായ ഒരു വലിയ വ്യഗ്രത താല്പര്യമാണ് ഈ പഴം പറിച്ചു തിന്ന് പാപത്തിലേക്ക് വഴുതി വീഴുവാൻ ആദ്യ മാതാപിതാക്കൾക്ക് കാരണമായി തീരുന്നത്. ഇത് തന്നെ യേശു കർത്താവിനോട് പറയുക. യെരുശലേം ദേവാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് നിർത്തിയിട്ട് പറയുന്നു, നീ ഇവിടുന്ന് താഴോട്ട് ചാടിയാൽ മതി. ന്യായപ്രമാണത്തിലെ ഉദ്ധരണികളൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക, ദൂതന്മാർ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ കരങ്ങളിൽ വഹിക്കും. യൗവനക്കാരനായ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നതായ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന്റെ ശുശ്രൂഷയ്ക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം ലഭിക്കുക. സാത്താൻ പറഞ്ഞു കൊടുക്കുക, ആയിരക്കണക്കിന് ആളുകൾ യെരുശലേം ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു യൗവനക്കാരൻ മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ഒരു പോറൽ പോലും ഇല്ലാതെ ജനത്തിന്റെ മധ്യത്തിൽ ദൈവദൂതന്മാരെ കരങ്ങളിൽ ഇറങ്ങിച്ചെന്നാൽ അതിൽ പരം എന്താണ് ഒരു ശുശ്രൂഷയ്ക്ക് ഒരു ഓപ്പണിംഗ്? എന്നാൽ സാത്താനെ ശാസിച്ച് അതിൽ വിജയം നേടുന്നതായ കർത്താവിനെ കാണുവാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും ആത്മീയതയിൽ അറിഞ്ഞോ അറിയാതെയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്വയത്തിൽ വളരുവാൻ ഞാനും നിങ്ങളും വ്യഗ്രത കൊള്ളുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. സ്ഥാനമില്ലെങ്കിൽ, അധികാരമില്ലെങ്കിൽ ഇന്നും പ്രവർത്തിക്കുവാൻ പറ്റാത്തതായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഓർക്കണം, പലപ്പോഴും നിന്റെ ഓരോ സ്ഥാനമാനങ്ങളിൽ, ഓരോ പദവികളിൽ എത്തത്തക്കവണ്ണം നീ പ്രവർത്തിക്കുമ്പോൾ അറിയാതെ ജഡത്തിന്റെ പ്രതാപത്തിലൂടെ അല്ലെങ്കിൽ സ്വയത്തിലൂടെ, അഹന്തയിലൂടെ ഈ പാപത്തിലേക്ക് വീണു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 തന്ത്രങ്ങൾ വീണുപോകാതിരിക്കണമെങ്കിൽ ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തിൽ അടിമപ്പെടാതിരിക്കുവാൻ, പാപത്തിന്റെ വ്യക്തത വെളിവാക്കത്തക്കവണ്ണം എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറന്ന് തരണമേ. അങ്ങനെയാണെങ്കിൽ എന്താണ് പാപം? 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, സകല അധർമ്മവും പാപമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, എല്ലാ അനീതിയും പാപമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, എല്ലാ നിയമ ലംഘനവും പാപമാ. റോമർക്കെതിരെ ലേഖനം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നു,
ലക്ഷ്യം തെറ്റുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ നീ പാപത്തിന് അടിമയാണോ? നിന്റെ ജീവിതത്തിൽ അധർമ്മമുണ്ടോ? നിന്റെ ജീവിതത്തിൽ അനീതിയുണ്ടോ? നീ നിയമലംഘനം നടത്തുന്നുണ്ടോ? നിന്നെ ലക്ഷ്യം തെറ്റുന്ന സ്ഥലത്തിലേക്ക് ജീവിതത്തിൽ നീ മുന്നേറുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസത്തിന് നായകനും പൂർത്തിവെപ്പുമായ യേശുവിനെ നോക്കണം. യേശുവായിരിക്കണം, അവിടെയായിരിക്കണം എന്റെ നോട്ടം. എന്റെ ലക്ഷ്യം യേശുവായി തീരണം. യേശുവിനോട് കൂടെ ചേർന്ന് ഞാൻ നടക്കുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നേറുമ്പോഴാണ് പാപത്തിൽ നിന്ന് മാറി എനിക്ക് വ്യക്തിയോട് ജീവിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ നമ്മുടെ തുറക്കേണ്ട ആവശ്യമുണ്ട്. പാപത്തിന്റെ ലോകത്തിൽ പാപത്തിന്റെ വ്യക്തത വെളിവാണ്. രണ്ടാമതായി നമുക്ക് നോക്കാം സംഖ്യാപുസ്തകം 22-ാമത്തെ ആയം 31-ാം ആരാണ് ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നതായ പ്രവാചകൻ. എന്നാൽ ദൈവത്തിന്റെ താല്പര്യം മനസ്സിലാക്കാതെ, ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കാതെ അവൻ തന്റെ താല്പര്യപ്രകാരം ആഗ്രഹപ്രകാരം അവൻ പ്രവർത്തിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ അറിയുവാൻ അവന് സാധിക്കും. എന്നെ കേൾക്കുന്ന ജീവിതത്തിൽ ദൈവികമായ ഇടപെടൽ അറിയണമെങ്കിൽ നമ്മുടെ അകക്കെന്ന് ഒന്ന് തുറക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ബിലിയാമിനെ സംബന്ധിച്ച് ദൈവം തന്നെ ജനത്തിന് അരുളപ്പാട് നൽകിക്കൊടുക്കുന്നു. എന്നാൽ ദൈവം ചില സമയങ്ങളിൽ ഇടപെട്ടപ്പോൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി പ്രതികരിക്കുവാൻ അവന് സാധിക്കാതെ പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? ബിലിയാമിന്റെ വഴി നേർവഴി വിട്ടുപോയത് കൊണ്ട്. ദൈവഹിതപ്രകാരമുള്ള വഴിയല്ല, അവന്റെ ഹിതപ്രകാരമുള്ള വഴി തിരഞ്ഞെടുത്തതായിട്ട് കാണുവാൻ സാധിക്കും. മോവാബ് രാജാവായ ബാലാക്ക് ആളെ അയച്ച് ബിലിയാമിനോട് പറയുന്നുണ്ട്, എന്റെ രാജ്യത്തിലേക്ക് കടന്നു വരുന്നതായ വലിയൊരു സമൂഹം അവരെ നീ നശിപ്പിക്കണം, ശപിച്ചു കളയണം. അവൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടിയുണ്ട്, ബിലിയാമേ, എന്റെ ഇവരെ ശപിക്കുവാനില്ല, നീ അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് രാജാവായിട്ടിരിക്കുന്ന ആളോട് നീ പോകേണ്ടവനല്ല, ഈ ജനത്തെ അനുഗ്രഹിക്കേണ്ടവനാണ്. രാജാവ് വീണ്ടും പാരിതോഷികങ്ങളും പണവും പ്രതാപവും പെരുമകളും ഒക്കെ നൽകുമ്പോൾ അവൻ ദൈവത്തോട് വീണ്ടും ചോദിച്ച് ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് അവൻ ഈ ബാലാക്കിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നുണ്ട്, ഒരു കഴുതയുടെ പുറത്ത് കയറി ഈ ജനത്തിന്റെ അരികിലേക്ക് പോകുന്നതായ ഈ ബാലാക്കിന്റെ മുൻപിൽ വാളൂരി പിടിച്ച് ദൈവത്തിന്റെ ദൂതൻ നിലകൊള്ളുകയാണ്. എന്നാൽ 3 പ്രാവശ്യമായിട്ടും ദൈവത്തിന്റെ പ്രവാചകന് ദൈവദൂതന്റെ ഇടപെടൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവനെ ചുമന്നതായിട്ടുള്ള കഴുതയ്ക്ക് ഇത് മനസ്സിലായി. 1-ാമത്തെ പ്രാവശ്യം നമുക്കറിയാം, നടന്നുപോയതായ വഴിയിൽ നിന്ന് അവൻ വയലിലേക്ക് ഈ കഴുത ഇറങ്ങിപ്പോവുകയാണ്. ഈ ബിലിയാം ദേഷ്യപ്പെട്ട് കഴുതയെ അടിക്കുക, വീണ്ടും അവൻ പോകേണ്ടതായ വഴിയെ കഴുതയെ നയിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ 2-ാം വട്ടവും കഴുത ദൈവദൂതനെ കണ്ട് ഭയന്ന് 2 മതിലുകളോട് ചേർത്തവന്റെ കാലുകൾ ഞെരുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വീണ്ടും ബലം പ്രയോഗിച്ച് നേരെ നടത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവദൂതനെ കണ്ട് ഭയന്നതായ കഴുത ബിലിയാമുമായി അവിടെ തന്നെ പേടിച്ച് കിടക്കുക. അപ്പോൾ വീണ്ടും കഴുതയെ അടിക്കുന്നതായ സമയത്ത് നാം വായിക്കുന്നുണ്ട്, അപ്പോൾ യഹോവ കഴുതയുടെ വാ തുറന്ന് കഴുത സംസാരിക്കുമാറായി. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ അരുളപ്പാട് നമ്മളോട്
കടന്നു വന്നിട്ട് നാം അത് ശ്രവിച്ചില്ലെങ്കിൽ, നാം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ശ്രദ്ധിക്കാതെ പോയാൽ ചിലപ്പോൾ നാം വിചാരിക്കാത്ത ചില ജീവിതങ്ങളിലൂടെ, ഇതുവരെ ദൈവം ആരെന്ന് അറിഞ്ഞിരാത്ത ചില ആളുകളിലൂടെ ദൈവം തന്നെ ശുശ്രൂഷ നിവർത്തി വരുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവികമായ ഇടപെടൽ അറിയേണ്ടതുപോലെ അറിയണമെങ്കിൽ നമ്മുടെ അകക്കണ്ണ് തുറന്ന് കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു ദൈവത്തിന്റെ ആലോചന നൽകുന്നതായ ഒരു ദൈവദാസന് ഇത് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മോട് ചോദിക്കണം, ആവശ്യം ദൈവം നമ്മോട് ഇടപെട്ടിട്ടും അത് മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ ആലോചന കേട്ടിട്ടും അത് തിരസ്കരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ അകക്കണ്ണ് തുറക്കണമേ, നിന്റെ ഇടപെടൽ ഒന്ന് കാണുവാൻ, അതൊന്ന് മനസ്സിലാക്കുവാൻ, അതൊന്ന് തിരിച്ചറിയുവാൻ, അതനുസരിച്ച് എന്റെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഒരു മുഖാന്തരമാക്കി തീർക്കണമേ. എന്തായിരുന്നു ദൈവിക ഇടപെടൽ കാണുവാൻ തടസ്സമായി ബിലിയാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ബിലിയാമിന്റെ വഴിയായിരുന്നു. അവൻ നേർവഴി വിട്ടു. ദൈവഹിതപ്രകാരമുള്ള വഴിയെ അവൻ സഞ്ചരിച്ചത്. ദൈവഹിതപ്രകാരമുള്ള വഴിയെ സഞ്ചരിക്കാതിരുന്നപ്പോൾ അവനെ ചുമന്നതായ കഴുതയിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ മുന്നറിയിപ്പ് തിരിച്ചറിയുവാൻ ബിലിയാമിന് സാധിച്ചില്ല. എന്നാൽ ആരൊക്കെ മുന്നറിയിപ്പ് തിരിച്ചറിയുന്നുണ്ടോ അവരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ബിലിയാമിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവന്റെ ചരിത്രം വളരെ പ്രയാസകരമായ രീതിയിൽ അവസാനിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യോനയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് ദൈവം ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാക്കി യോനായ്ക്ക് കൊടുക്കുക. ദൈവത്തിന്റെ സന്നിധി വിട്ടപ്പോൾ അവന്റേതായ ഒരു പ്ലാനിലും പദ്ധതിയിലും അവൻ മുന്നേറുകയാണ്. അവൻ പോകേണ്ട ഇടത്ത് നിന്ന് അവൻ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ച് ആ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുക. ഇതിൽ അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ അവൻ മാത്രമല്ല, അവനുമായി ബന്ധപ്പെട്ടതായ ഇടങ്ങളിലെല്ലാം തന്നെ അതിന്റെ പ്രശ്നങ്ങളുടെ പ്രകമ്പനം കൊള്ളുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ അവന്റെ ചുറ്റുപാടുകളിൽ നടന്നതായ ചുറ്റുപാടുകൾ ഉണ്ടായതായിട്ടുള്ളതായ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കിയതായ യോന പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ ഞാൻ തന്നെയാ. കാര്യം ദൈവം പോകണമെന്ന് പറഞ്ഞതായ ഇടത്തേക്കല്ല ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ ഈ കടലിൽ ഇട്ട് കളഞ്ഞാൽ മാത്രം മതി. ഇന്നിനെ കേൾക്കുന്ന ജീവിതങ്ങളെ ബിലിയാമിനെ പോലെ, യോനയെ പോലെ ദൈവം പല ഇടങ്ങളിൽ പല സമയങ്ങളിൽ പല ആളുകളിലൂടെ നിന്നോട് സംസാരിച്ചിട്ടും പല ജീവിത അനുഭവങ്ങളിലൂടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നിന്നോട് ഇടപെട്ടിട്ടും നിനക്കത് മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ സാഹചര്യങ്ങളുടെ എന്റെ അവസ്ഥകളുടെയൊക്കെ മധ്യത്തിൽ പലപ്പോഴും നിന്റെ ഇടപെടൽ കടന്നു വന്നിട്ട് അത് തിരിച്ചറിയാൻ സാധിക്കാഞ്ഞത് എന്റെ അകക്കണ്ണ് തുറക്കപ്പെടാഞ്ഞത് കൊണ്ടാ. എന്നാൽ ഇന്ന് എന്റെ അകക്കണ്ണ് ഒന്ന് തുറന്ന് ഈ ഇടപെടൽ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. നമുക്കറിയാം ബിലിയാമിന് മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ അവന്റെ ജീവിതം പരാജയപ്പെട്ടു പോയെങ്കിൽ യോനായുടെ ജീവിതത്തിലെ തിരിച്ചറിഞ്ഞപ്പോൾ യോനയെ ദൈവം വീണ്ടും എടുത്ത് തന്റെ ശുശ്രൂഷയിലെ ശക്തമായ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കപ്പെടുകയാണ്. നിനവയിൽ ചെന്ന് അവന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് തന്നെ ആ ജനത്തിന് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ന് പ്രസംഗത്തിന്റെ കുറവല്ല, ഇന്ന് ശുശ്രൂഷയുടെ കുറവല്ല. എന്നാൽ എവിടെയുണ്ട് മാനസാന്തരം, എവിടെയുണ്ട് മാറ്റം, എവിടെയുണ്ട് രൂപാന്തരം? ഇന്ന് പലപ്പോഴും ബിലിയാമിന്റെ വഴിയെ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നില്ലയോ? നേർവഴി വിട്ടതായ ബിലിയാം ദൈവഹിത പ്രകാരമുള്ള വഴി തിരഞ്ഞെടുക്കാതെ പിന്നെയോ ലോകത്തിൻ്റെതായ വഴികൾ അവൻ തിരഞ്ഞെടുക്കുക. അനീതിയുടെ കൂലി അവൻ കൊതിക്കുക. അവിഹിതമായ ധനസമ്പാദനത്തിന് വേണ്ടി അവൻ ഓടുക. കൂലിക്ക് വേണ്ടി, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടുന്നതായ ബിലിയാമിനെ കാണുവാൻ സാധിക്കും. ദൈവശാസ്ത്രനെ അവഗണിച്ചുകൊണ്ട് അവന്റെ സ്വന്തം താല്പര്യം നേടിയെടുക്കുവാൻ വേണ്ടി, അവന്റെ പണം നേടിയെടുക്കുവാൻ വേണ്ടി അവൻ ശ്രമിക്കുക മാത്രമല്ല, പിന്നെയോ അവന്റെ ഉപദേശം മാറിപ്പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ ജനം വിഗ്രഹാർപ്പിതമായി ദുർനടപ്പിലൂടെ
അശുദ്ധിയിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ട് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ദൈവത്തിന്റെ വഴി വിട്ട് ഞാനും നീയും ജീവിച്ചാൽ നമ്മുടെ വഴി നല്ലതാണെന്ന് കാട്ടിക്കൊടുക്കുവാൻ വ്യഗ്രത കൊടുമ്പോൾ, അല്ലെങ്കിൽ ആ വഴി നല്ലതെന്ന് ഊന്നൽ നൽകി അനേകരെ അതിലൂടെ നയിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ അനേക ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രിയിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദൈവത്തെ നാം വിൽക്കുന്നവരായി, ദൈവത്തെ നാം മറിച്ച് കളയുന്നവരായി, ദൈവനാമത്തിന് നിന്ദയായി, ദോഷമായി ഞാനും നിങ്ങളും മാറുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവത്തിന്റെ ഇടവൽ ശരിയായ ഒന്ന് തുറന്ന് തരണമേ. മൂന്നാമതായി നമുക്ക് നോക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്കത് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം വായിക്കാമോ? പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എലീശ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പറയുക, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയുക, ദൈവമേ, ഇവന്റെ കണ്ണ് ഒന്ന് തുറക്കണമേ. എന്നാ കാരണം? എലീശ പ്രവാചകനെയും അവന്റെ ശിഷ്യന്മാരെയും പിടിച്ചുകൊണ്ടുപോകുവാൻ ആരാം രാജാവിന്റെ പടയാളികൾ തങ്ങൾ പാർത്തതായ പട്ടണം വളഞ്ഞിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ, ആരാം രാജാവിനെ സംബന്ധിച്ച് ഈ ഇസ്രായേൽ ജനത്തെ കീഴ്പ്പെടുത്തുക എന്ന് വലിയ താല്പര്യമാണ്. അതിന് പല പ്ലാനും പദ്ധതികളുമൊക്കെ അവൻ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ അവൻ രാജകൊട്ടാരത്തിൽ നിന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോൾ ഇസ്രായേൽ രാജാവിന്റെ ചെവിയിലെത്തുകയാണ്. അവൻ സൈന്യത്തോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ അവിടെ എത്തുന്നു? നിങ്ങളിൽ ആരാണ് ഇത് അവിടെ കൊണ്ട് എത്തിക്കുന്നത്? അപ്പോൾ ഈ സൈന്യത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്, രാജാവേ, ഞങ്ങളല്ല, പിന്നെയോ അവിടെ ദൈവപുരുഷനായ ഒരു മനുഷ്യനുണ്ട്. നീ ഇവിടെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ അവന്റെ ദൈവം അപ്പോഴപ്പോൾ അവന്റെ ഹൃദയത്തിൽ നൽകപ്പെടുകയാ. അവനത് ഇസ്രായേലിലെ രാജാവിന്റെ പക്കൽ അറിയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് യുദ്ധം ജയിക്കുവാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ ആളെ അയക്കുന്നതായ രാജാവിനെ കാണുവാൻ സാധിക്കും. ഇവിടെ ഏതാ എലീശ പ്രവാചകന്റെ ശിഷ്യൻ അതിരാവിലെ ഭവനം തുറന്നിക്കുമ്പോൾ കാണുന്നത് തങ്ങളുടെ ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ആരാം രാജാവിന്റെ പടയാളികളെയാ. അവൻ ഭയന്ന് വന്ന് പ്രവാചകനോട് പറയുക, നമ്മളെ ഇപ്പോൾ ആരാം രാജാവിന്റെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അവരിലുള്ളവനേക്കാൾ ശക്തനായവൻ, ശക്തിയുള്ളവൻ നമ്മുടെ പക്കലുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. ശിഷ്യന്റെ കണ്ണ് തുറന്നു. അവൻ കാണുന്നു അഗ്നിമയമായ സ്വർഗീയമായ സൈന്യം തങ്ങളെ വളഞ്ഞിരിക്കുക. അതുകൊണ്ട് ദൈവികമായ പരിപാലനം അറിയണമെങ്കിൽ എന്റെ നിങ്ങളുടെയും അകക്കണ്ണ് തുറക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും ദൈവത്തിന്റെ പരിപാലനം അറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. 2012 ആരംഭം മുതൽ 2013 ആരംഭം വരെ ജീവിച്ച ആളുകൾ, 2013 കാണാൻ പറ്റാത്ത ആളുകൾ, 2013 ആരംഭത്തിലുണ്ടായിട്ടും ഈ 2ാം മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ലോകം വിട്ട് മാറ്റപ്പെട്ടവർ, ക്ഷീണിതരായി തീർന്നവർ, രോഗികളായി തീർന്നവർ, അതിന്റെയൊക്കെ മധ്യത്തിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മിടുക്കല്ല, കഴിവല്ല, ശ്രേഷ്ഠതയല്ല, പിന്നെയോ ദൈവത്തിന്റെ കരുണയാ, അവന്റെ പരിപാലനമാ. നാം അങ്ങോട്ടെടുക്കുന്ന ശ്വാസം തിരിച്ചു വെളിയിലോട്ട് വന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്ത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രയോ അപകടങ്ങളുടെ മധ്യത്തിലാണ് നാം കടന്നു പോകുന്നത്. ഇവിടെ പറയുന്നു, എന്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ. ദൈവത്തിന്റെ പരിപാലനം അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ തക്കവണ്ണം എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ. മോശ ഇസ്രായേൽ ജനത്തെ 40 സംവത്സരം മരുഭൂമിയിലൂടെ നടത്തിയതിനെ കുറിച്ച്
ദൈവത്തിന്റെ പരിപാലനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, കഴുകന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. 40 സംവത്സരം തന്റെ ജനത്തെ പരിപാലിച്ചതായ വിധത്തെ കുറിച്ച് മോശ പറയുക. കഴുകന്റെ ദൃഷ്ടാന്തം കൊണ്ടുവരിക. എന്താണ് കഴുകൻ തന്നെ കൂടനക്കുന്നത്? കഴുകൻ ഉന്നതമായ ഉയരങ്ങളിലാണ് കൂട് കെട്ടുന്നത്. കഴുകന്റെ കുഞ്ഞുങ്ങൾ വളർന്ന് പറക്ക പറ്റാറാകുന്ന സമയത്ത് കഴുകൻ ഈ കൂടൊന്ന് വലിച്ചിളക്കും. ഈ കഴുകൻ കുഞ്ഞുങ്ങൾ താഴോട്ട് പോകുമ്പോൾ ഈ കഴുകൻ തന്റെ കണ്ണുകൊണ്ട് സൂക്ഷ്മമായി ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ പറ്റാതെ ഇത് താഴെ പാറയിൽ വീണ് ഇത് മരിക്കുമെന്ന് കഴുകന് തോന്നുമ്പോൾ അത് താഴ്ന്ന് പറന്നു വന്ന് അതിന്റെ വിശാലമായ ചിറകിൽ ഇതിനെ വഹിച്ച് വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുപോയി ചിറക് മാറ്റിക്കൊടുക്കുക. ഇതിനെ പറക്ക പഠിപ്പിക്കുന്നതായ ഒരു ശീലത്തിന് വേണ്ടിയാ. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാനല്ല ചിറക് മാറ്റിക്കളയുന്നത്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാനല്ല കൂട് പിടിച്ച് വലിച്ചിളക്കി കളയുന്നത്. പിന്നെയോ അതിനൊന്ന് പറക്കുവാൻ, വികായസിലൂടെ പറന്നു നടന്ന് ഈ മനോഹരമായ ലോകമൊന്ന് ദർശിക്കുവാൻ, ലഭിച്ച നന്മകളൊക്കെ ഒന്ന് അറിയുവാൻ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ കൂടനക്കുന്നതായ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. പരിശോധനകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് നമ്മെ നഷ്ടപ്പെടുത്തുവാനല്ല, ഉടച്ചു കളയുവാനല്ല, പിന്നെയോ ദൈവത്തെ അറിയേണ്ടതുപോലെ എന്നറിഞ്ഞ് വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഒന്ന് ഉറപ്പിച്ച് ഒന്ന് നിർത്തുവാൻ വേണ്ടിയാ. യോബിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഊസ് ദേശത്ത് യോബ് എന്ന് പറയുന്ന പുരുഷൻ പൂർവ്വദിക്വാസികൾക്ക് മകാനായവൻ, നീതിമാൻ, നിഷ്കളങ്കൻ, ദൈവഭയത്തോടെ ജീവിച്ചവൻ, ചുറ്റുപാടുകളും ദേശവും ദൈവവും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞവൻ. അങ്ങനെയുള്ളവന്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരികയാ. അത് ആരനുവദിക്കുമ്പോഴാ? ദൈവം അനുവദിക്കുമ്പോഴാ. സാത്താൻ ലോകം ചുറ്റി കടന്നു വരുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, എന്റെ ദാസനായ യോബിനെ നീ കണ്ടുവോ? അപ്പോൾ അവൻ പറയുന്നു, കണ്ടു. എന്നാൽ അവന്റെ മേൽ എനിക്ക് ദൃഷ്ടി വയ്ക്കുവാൻ സാധിച്ചില്ല. കാരണം എന്താ? നീ അവനും അവനുള്ളതിനും മുറ്റും വേലികെട്ടി സുരക്ഷിതമായി പരിപാലിക്കുന്നത് കൊണ്ടാ. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ ദൈവം നമ്മെ വേലികെട്ടി പരിപാലിക്കുന്നത് കൊണ്ടാ കുറവ് കൂടാതെ, പ്രശ്നം കൂടാതെ വഴി നടക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും അവൻ ഈ വേലിയൊന്ന് പൊളിക്കും. എന്തിനാണെന്നറിയാമോ? തന്റെ ജനത്തെ ഒന്നിനു നിലനിർത്തി വിശ്വാസത്തിൽ നിന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാ. സാത്താൻ പറയുന്നുണ്ട്, നീ അവനെ സുരക്ഷിതമായി വേലി കെട്ടിയത് കൊണ്ടാ ഒരു പോറല് പോലും ഏൽക്കാതെ അവൻ നിൽക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ നിലകൊള്ളുന്നത്. ഒരു രോഗമുണ്ടാകട്ടെ, ഒരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ, അപ്പോൾ അറിയാം അവന്റെ വിശ്വാസം. ദൈവം പറയുന്നുണ്ട്, വേലി ഞാൻ പൊളിക്കാം, അവന്റെ ജീവനെ മാത്രം നീ തൊടല്ലേ. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ പരുക്കളുണ്ടായി, തലമുറ നഷ്ടപ്പെട്ടു പോയി, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ഭാര്യ ചോദിക്കുന്നുണ്ട്, മനുഷ്യ എന്തിനാ നീ ജീവിക്കുന്നത്? മരിക്ക്. അവിടെ പോലും പറയുന്നുണ്ട്, വാക്കിനാൽ പോലും പാപം ചെയ്യാത്ത യോബ്. എന്നാൽ 29-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യോബിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ ദൈവമേ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായി ഇരുന്നൊരു ശുഭകാലമുണ്ട്, ആ ശുഭകാലത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. കഷ്ടതകളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും നെരുപ്പോടിലൂടെ യോബിനെ ദൈവം കടത്തിവിടുകയാ. എന്നാൽ തന്റെ വിശ്വാസ ജീവിതത്തിൽ നിലനിന്നതായി യോബിന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവം മടക്കി നൽകുമെങ്കിൽ ആ കഷ്ടതകളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും വേർപാടുകളുടെയും മധ്യത്തിൽ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ആ യോബിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ജീവിത സാഹചര്യങ്ങളിൽ അവന് നിലനിൽക്കുവാൻ സാധിക്കുന്നത്. ഇന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാട്ടെ, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാട്ടെ. രോഗങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ പരിപാലനം ഉണ്ടായിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതെ, ഉടഞ്ഞു പോകാതെ ഇന്ന് എനിക്കും നിങ്ങൾക്കും ഈ ഒരു ആയുസ്സോടെ നിലനിൽക്കുവാൻ സാധിക്കുന്നത്. ഇതൊന്ന് അറിയണമെങ്കിൽ, ഇതൊന്ന് അനുഭവിക്കണമെങ്കിൽ എന്റെ അകക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്റെ ഇടവകയിലുള്ളതായ ഒരു കുടുംബം 5-6 മാസങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ച് മേഖലയിലേക്ക് ഒരു വാഹനത്തെ പോവുകയുണ്ടായി. അവര് കുമളിക്കാ പോയത്. കുട്ടിക്കാനം കയറ്റമെല്ലാം കയറി താഴോട്ടുള്ള ഇറക്കമിറങ്ങിയതായ സമയത്ത് അവരുടെ വാഹനം ഒന്ന്
റോഡിൽ നിന്ന് സ്കിഡ് ചെയ്ത് 150 അടി താഴ്ചയിലേക്ക് പോയി. ആ വാഹനത്തിൽ മാതാവും 2 ആൺമക്കളും ഒരു മകന്റെ കുടുംബവും കുഞ്ഞും ഇത്രയും പേരുണ്ടായിരുന്നു. എന്നാൽ നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആ മാതാവിന്റെ കാര്യങ്ങളിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. താഴോട്ട് പോകുന്ന വാഹനത്തിലിരുന്ന് തന്റെ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓ കഴുകൻ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ അപകടങ്ങളുടെ മധ്യത്തിൽ പരിപാലിക്കുവാൻ കഴിവുള്ള നിന്റെ കരമുണ്ടാകണമേ. ആ മാതാവ് പള്ളി സാക്ഷി പറഞ്ഞു, 60 അടി താഴ്ചയിലേക്ക് ചെന്നപ്പോൾ ഒരു ഉറപ്പുള്ള പാറമേൽ ഈ കാറ് വന്ന് നിന്നു. കാറിന്റെ എല്ലാ ഗ്ലാസുകളും പൊട്ടി. വളരെ പ്രയാസപ്പെട്ട ഈ 5 പേര് കാറിൽ നിന്ന് വെളിയിലിറങ്ങി. ഗ്ലാസൊക്കെ പൊട്ടി ആ കുഞ്ഞിന്റെ ദേഹമൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞ് ചില രക്തകണങ്ങളൊക്കെ വന്നു. അവരവിടെ നിന്ന് താഴോട്ട് വീണ്ടും നോക്കിയ താഴെ വീണ്ടും അഗാധമായ ഗർത്തം. എവിടെ നിന്ന് വന്നു പാറ? വളരെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് ഇളയ മകൻ റോഡിൽ മുകളിൽ കയറിയപ്പോൾ വാഹനങ്ങൾ കൈകാട്ടി നിർത്തി അവർ പറഞ്ഞു, ഒരു അപകടമുണ്ടായി, ഞങ്ങളുടെ വാഹനം താഴെ കിടക്കുക. അപ്പോൾ അതേ വന്ന ആളുകൾ ചോദിച്ചു, എത്ര ആളുകൾ നിങ്ങളുണ്ടായിരുന്നു? എല്ലാവരും മരിച്ചോ? ആരെങ്കിലും ജീവനോടെ ഉണ്ടോ? ഈ ഇളയ മകൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ജീവനോടെയുണ്ട്. വന്ന ആളുകൾ അതിശയം കൂറി. അവർ പറഞ്ഞു, കഴിഞ്ഞയാഴ്ച ഇതേ സ്ഥലത്ത് ഒരു വാഹനം മറിഞ്ഞു, 7 പേര് മരിച്ചു പോയതാണ്. അതേ സ്ഥാനത്ത് ഈ വാഹനം മറിഞ്ഞപ്പോൾ താഴോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ കരം അവരെ താങ്ങിയെങ്കിൽ. ആ അമ്മ എന്നോട് പറഞ്ഞു, സാക്ഷി പറഞ്ഞ പള്ളിയിൽ, 60 അടി താഴ്ചയുടെ മധ്യത്തിലേക്ക് വാഹനം താഴോട്ട് പോകുമ്പോൾ അഗാധമായ ഗർത്തത്തിൽ വീണ് ഉടഞ്ഞു പോകാമായിരുന്നു. എന്നാൽ അവിടെ ദൈവത്തിന്റെ കരം ഞങ്ങളുടെ കാറിനെ താങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, അപകടങ്ങളുടെ മധ്യത്തിൽ ഈ കരം വന്നിട്ടില്ലേ? രോഗങ്ങളുടെ മധ്യത്തിൽ ഈ കരം വന്നിട്ടില്ലേ? പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ കരം കടന്നു വന്നിട്ടില്ലേ? വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് ഈ കരം കടന്നു വന്നിട്ടില്ലേ? ഇത് കാണണമെങ്കിൽ, ഇതറിയണമെങ്കിൽ, ഇത് രുചിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അകക്കണ്ണ് ഒന്ന് തുറക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഭാരങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഈ പരിപാലനം, ഈ ഒരു പരിപാലനം അറിയത്തവൻ ദൈവമേ, എന്റെ കണ്ണിനെ ഇന്ന് തുറക്കപ്പെടണമേ. 4-മതായി നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. യേശുവിന്റെ 2 ശിഷ്യന്മാർ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് യാത്ര പോവുകയാണ്. അവരുടെ വഴിയാത്രയിൽ 3-മനായി യേശു കർത്താവ് കടന്നു ചെല്ലുന്നുണ്ട്. എന്നാൽ അവർക്ക് അവനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അവരുടെ വഴിയാത്രയിൽ മുഴുവൻ അവരുടെ സംസാരം കഴിഞ്ഞ ഒരാഴ്ച നടന്നതായ സംഭവങ്ങളായിരുന്നു. യേശു കർത്താവിനെ പിടിച്ചതും, അവനെ വിചാരണ ചെയ്തതും, അവനെ ക്രൂശിച്ചതും, കല്ലറയിൽ അടക്കം ചെയ്തതും, അന്ന് രാവിലെ അവൻ ഉയർത്തെഴുന്നേറ്റതായ വാർത്തകൾ, ഇതെല്ലാം സംസാരിച്ച് അവർ മുന്നോട്ട് കടന്നു പോവുകയാണ്. എന്നാൽ എമ്മൗസിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരം സന്ധ്യയായപ്പോൾ ഈ 2 ശിഷ്യന്മാരെ വിട്ട് യേശു മുന്നോട്ട് നടക്കുവാൻ ഭാവിച്ചപ്പോൾ അവര് പറയുന്നുണ്ട്, നമ്മൾ ഒന്നിച്ച് നടന്നതല്ലേ, നമുക്ക് അല്പം ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കാം. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അവരുടെ കാര്യങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങി അവൻ സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി. അവരോട് വായിക്കുന്നു, ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണമെങ്കിൽ നിന്റെ അകക്കണ്ണ് ഒന്ന് തുറന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. 3.5 വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാരാ. അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടതാ, അടയാളങ്ങൾ കണ്ടതാ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ സംഭവങ്ങൾ അവരെ ഭയചകിതരാക്കി തീർത്തു, പേടിയുള്ളവരാക്കി തീർത്തു, നിരാശയുള്ളവരാക്കി തീർത്തു. അതിന്റെ മധ്യത്തിൽ യേശുവരുടെ കൂടെ നടന്നിട്ടും അവരെ കാണുവാനോ യേശുവാൻ അറിയുവാനോ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, അവന്റെ അകക്കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഞങ്ങളുടെ കൂടെ നടന്നത് യേശുവാണ്. ഇന്നെ കേൾക്കുന്ന ജീവിതങ്ങള് പാരമ്പര്യമുണ്ടായിരിക്കും, ശ്രേഷ്ഠതയുണ്ടായിരിക്കും,
ക്രിസ്ത്യാനിയായി ഭവനത്തിൽ ജനിച്ചത് കൊണ്ട് ക്രിസ്ത്യാനി എന്ന് ഞാനും നീ പറയുന്നുണ്ടായിരിക്കാം. ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ എനിക്ക് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം, എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറന്നു തരണം. നിന്നെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ, നിന്നെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അവൻ എരീഹോയിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. മതി, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. ഇവിടെ നാം വായിക്കുന്നു, യേശു എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ധനവാനായ മനുഷ്യൻ, പ്രമാണിയായ മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ ഇന്ന് പലപ്പോഴും പലതും കാണുവാനും അറിയുവാനും ശ്രമിക്കുന്നവരാ. ലോകം എങ്ങനെയുണ്ട്, ലോകത്തിന്റെ ഇന്നത്തെ പോക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതായ ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയെങ്കിൽ ചോദിക്കട്ടെ, യേശു എങ്ങനെയുള്ളവനെന്ന് ഒന്ന് കാണുവാൻ, അറിയുവാൻ, ഒന്ന് ശ്രമിക്കുവാൻ താല്പര്യമുള്ള എത്ര ആളുകൾ ഇതിന്റെ മധ്യത്തിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഏതാ ഒരു പണക്കാരൻ, ധനാഢ്യൻ, പ്രമാണിയായവൻ പറയുന്നു, യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് അറിയണം. അവന്റെ താല്പര്യമാണ് യേശു നടന്നു പോകുന്ന വഴിയിൽ അവനെ എത്തിച്ചത്. നാം വായിക്കുന്നുണ്ട്, യേശുവിനെ അവന് കാണുവാൻ സാധിക്കുന്നില്ല. ഒന്ന് ശാരീരികമായ അവന്റെ അവസ്ഥയാണ്. ഞാൻ പറയും, അവന്റെ ആത്മീകമായ ജീവിതത്തിന്റെ കുരുടടച്ചതായ അവസ്ഥ യേശുവിനെ ദർശിക്കുവാൻ അവന് തടസ്സമായി മാറ്റപ്പെടുകയാണ്. പാരമ്പര്യമുള്ളവനാ, ശ്രേഷ്ഠതയുള്ളവനാ, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാൽ അവൻ കാണുവാനോ അറിയുവാനോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. നിന്നെ കേൾക്കുന്ന ജീവിതങ്ങള് ലോകപരമായി പല അറിവുകളുണ്ടായിരിക്കാം, എന്നാൽ ആത്മീകമായി എത്രമാത്രം വളരുന്നവരാ ഞാനും നിങ്ങളും. എത്രമാത്രം വളർച്ച ആത്മീക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ദിനം പ്രതി ആത്മീക ജീവിതത്തിൽ ഞാനും നീയും വളർന്നില്ല എങ്കിൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ നിനക്ക് രോഗം സൗഖ്യമായപ്പോൾ യേശു ഒരു സൗഖ്യദായകൻ എന്നായിരിക്കാം നിന്റെ മനസ്സിലിരിക്കുന്നത്. കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയായിരുന്നപ്പോൾ ചിലപ്പോൾ യേശു നിനക്കൊരു സഹായി എന്നായിരിക്കാം നിനക്ക് തോന്നുന്നത്. സാമ്പത്തികമായി നീ ക്ലേശിച്ചപ്പോൾ ആ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റി തന്നപ്പോൾ അങ്ങനെ നിന്നെ സഹായിക്കുന്നവനെന്നായിരിക്കാം നിന്റെ മനസ്സിലിരിക്കുന്നത്. എന്നാൽ യേശുവിനെ യഥാർത്ഥമായി അറിയണമെങ്കിൽ, ശ്രദ്ധിക്കണമെങ്കിൽ നീ ആത്മീകമായി ദിനം പ്രതി വളരേണ്ടതായിട്ടുണ്ട്. ആത്മീകമായി ഞാനും നിങ്ങളും എത്രമാത്രം ഇന്ന് വളരുന്നുണ്ട്? ദൈവവചന പഠനത്തിന് ഇന്ന് എത്രമാത്രം പ്രാധാന്യം നാം കൽപ്പിക്കുന്നുണ്ട്? ദിവസവും രാവും വൈകുന്നേരവും നാം കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് പോലെ നമ്മെ വായിക്കുന്ന, കാണുന്ന, നമ്മെ തിരുത്തുന്ന കണ്ണാടിയായി ദൈവവചനം മാറ്റപ്പെടണം. രാവിലെയും വൈകുന്നേരവും തിരുവചനത്തിന് മുൻപിൽ ഇരുന്ന് ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഉതകുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. ദൈവവചനത്തിലൂടെ യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കുവാൻ, യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ, അവൻ ആരെന്നുള്ള അറിവിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ മാത്രമേ അവനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. ഇവിടെ അതാ ആത്മീകമായി വളരാത്തതായ ഒരു ജീവിതചര്യയിൽ അവൻ യേശുവിനെ കാണുവാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ തടസ്സം ആത്മീകമായി പ്രബുദ്ധതയോടെ വളർന്നതായ ഒരു സമൂഹമായിരുന്നു. എന്റെ വിചാരം യേശുവിന്റെ ശിഷ്യന്മാരുണ്ടായിരിക്കാം, അനേക നാളുകളായി ദൈവവചനം കേൾക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഇന്നിനെ കേൾക്കുന്ന ജീവിതങ്ങളെ ഞാനും നിങ്ങളും അടങ്ങുന്നതായിട്ടുള്ള ഒരു സമൂഹമാണോ ഇന്ന് യേശുവിന് തടസ്സമായി ലോകത്തെ നിലകൊള്ളുന്നത്? എന്റെയും നിങ്ങളുടെയും ആത്മീക ജീവിതമാണോ, ആത്മീക ശുശ്രൂഷയാണോ ഇന്ന് യേശുവിനെ ചില ആളുകൾക്കെങ്കിലും മറയായി മാറ്റുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മോട് ചോദിക്കണം, യേശുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ, ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കുവാൻ
എന്റെ ആത്മീയതയിൽ ഞാനൊരു മറയായി മാറുന്നുണ്ടോ? സ്വന്തമായി ആത്മീയതയിൽ വളർച്ചയില്ലാതെ വരുമ്പോൾ, നാം ആത്മീയരായി ഉന്നതം നിന്ന് നടിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മറയായി ഞാനും നിങ്ങളും മാറുമ്പോഴും നമ്മുടെ പദവികൾ, നമ്മുടെ അംഗീകാരങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് പലപ്പോഴും യേശുവിന് മറയായി മാറുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ചോദിക്കട്ടെ, നാം ആകുന്ന മറ ഒന്ന് മാറ്റിക്കൊടുക്കാത്തത് കൊണ്ട് അനേകർക്ക് ഇന്ന് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. ഇന്ന് ലോകത്തിന് ഇന്ന് നമ്മെ കാണുന്നവർ യേശുവിനെ കാണുവാൻ സാധിക്കണം. ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രായമായ ഒരു മനുഷ്യൻ ട്രെയിൻ കയറുവാൻ ഒരു ചാരുബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വൈകുന്നേരം നോക്കിയപ്പോൾ ഒരു 10-12 വയസ്സുള്ളതായ ഒരു കുഞ്ഞ് കയ്യിൽ ഒരു ട്രേയും പിടിച്ച് അവൻ ഇറങ്ങി വരിക. സ്റ്റെപ്പ് ഇറങ്ങി അവന്റെ ട്രേയിൽ നിറച്ച് അരി കൊണ്ടുള്ളതായ ആഹാര പലഹാരങ്ങളുണ്ട്. എന്നാൽ ആളുകളുടെ തിക്കും തിരക്കിലും വിട്ട് അവന്റെ കയ്യിലിരുന്നതായിട്ടുള്ള ഈ പാത്രം താഴെ വീണ് അതെല്ലാം പൊടിഞ്ഞുപോയി. അവൻ വാവിട്ട് നിലവിളിക്കുക. ആയിരക്കണക്കിന് ആളുകൾ റെയിൽവേ സ്റ്റേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആരും ഇവന്റെ നിലവിളി ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഈ പ്രായമായ മനുഷ്യരെല്ലാം കാണുന്നുണ്ട്. അദ്ദേഹം അടുത്ത് ചെന്ന് അവനെ ചേർത്ത് നിർത്തി അവനോട് ചോദിച്ചു, കുഞ്ഞെ, എന്തിനാ നീ കരയുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയ്ക്ക് ഒറ്റ മകനാ, എനിക്ക് പിതാവില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും എന്റെ അമ്മയും. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നതായി പലഹാരങ്ങൾ വിറ്റ് ലഭിക്കുന്ന പണമാണ് ഞങ്ങളുടെ ഉപജീവനം. ഇന്നിതാ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ പ്രായമായ മനുഷ്യൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എത്ര രൂപ നിനക്ക് കിട്ടും ഇത് കൊടുക്കുമ്പോൾ? അവൻ പറഞ്ഞു, 100 രൂപ എനിക്ക് ലഭിക്കും. ആ പ്രിയ പിതാവ് തന്റെ പേഴ്സിൽ നിന്ന് 100 രൂപ എടുത്ത് കുഞ്ഞിന് കൈ കൊടുത്തു. അവനിത് വാങ്ങി വളരെ സന്തോഷത്തോടെ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് ഓടിപ്പോയി. ഈ പിതാവ് മടങ്ങി വന്ന് ചാരുകസേരയിൽ ഇരിക്കുക. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഓടിപ്പോയതുപോലെ തന്നെ അവൻ തിരിഞ്ഞ് ഇറങ്ങി വന്നു. ഓടി ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തോട് ചോദിച്ചു, യേശു അപ്പച്ചനാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല മോനെ. എന്താ നീ അങ്ങനെ ചോദിച്ചേ? അവൻ പറഞ്ഞു, ഞാനൊരു ഹൈന്ദവ കുഞ്ഞാ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വേദപഠന ക്ലാസ്സിൽ പോയിരുന്നു. അവിടെ വേദനിക്കുന്നവർക്ക് ആശ്വാസമായി, രോഗികൾക്ക് സൗഖ്യമായി, പ്രയാസപ്പെടുന്നവർക്ക് സ്വാതന്ത്ര്യമായി യേശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞു. ആ കുഞ്ഞു പയ്യൻ പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഞാൻ വാവിട്ട് നിലവിളിക്കുക. ആരും എന്റെ കണ്ണുനീര് കണ്ടില്ല. ആകെ കണ്ടത് അപ്പച്ചൻ മാത്രമാ. ഞാൻ പെട്ടെന്ന് എന്നെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച കാര്യം ഓർത്തു, അങ്ങ് യേശു ആയിരിക്കും. നിന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ നമ്മളിലൂടെ യേശുവിനെ കൊടുക്കുവാൻ സാധിക്കണം. നമ്മളിലൂടെ യേശുവിനെ പകരുവാൻ സാധിക്കണം. അങ്ങനെ പകരണമെങ്കിൽ ഞാനും നിങ്ങളും യേശുവായി മാറ്റപ്പെടണം. അങ്ങനെ യേശുവായി മാറ്റപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. ഇവിടെയതാ യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ ശ്രദ്ധിക്കുന്ന ഒരുവൻ. അവിടെ നാം വായിക്കുന്നുണ്ട്, അവന് മനസ്സിലായി, ഞാനിപ്പോൾ നിൽക്കുന്ന ജീവിത രീതിയിൽ നിന്നാൽ യേശുവിനെ കാണുവാൻ സാധിക്കത്തില്ല. അവൻ മുൻപോട്ട് ഓടുക. അവൻ ഉയരമുള്ളതായ ഒരു കാട്ടത്തെ മരത്തിൽ കയറുക. അവന് മനസ്സിലായി, താനിപ്പോൾ ആയിരിക്കുന്നതായ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഞാൻ ജീവിച്ചാൽ, ഞാൻ നിലനിന്നാൽ എനിക്കൊരിക്കലും എന്റെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ സാധിക്കത്തില്ല. അവന്റെ സ്പേസിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുക. അടുത്ത ഇടത്തേക്ക് അവൻ മാറി ഒന്ന് കാലുവെക്കുവാൻ താല്പര്യപ്പെടുക. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ഇന്നലകളിൽ നീ നിന്നതായിട്ടുള്ള, നീ പ്രവർത്തിച്ചതായിട്ടുള്ള, നീ ചിന്തിച്ചതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ആത്മീയ ഗോളത്തിൽ. അവിടെ നിന്നിട്ട് യേശുവിനെ നിനക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു വിചിന്തനം ഉണ്ടാകണം. ഈ സ്പേസിന് ഒരു മാറ്റം ഉണ്ടാകണം. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് നീ അല്പമൊന്ന് ഉയരുവാൻ നീ ഒന്ന് താല്പര്യപ്പെടേണ്ടതായിട്ടുണ്ട്. നിന്റെ ചിന്ത ഒന്ന് മാറണം, നിന്റെ താല്പര്യം ഒന്ന് മാറണം, നിന്റെ ആഗ്രഹം ഒന്ന് മാറണം. അങ്ങനെ ഒരു ഉന്നതമായ നിലയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഇവനെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ സാധിക്കും. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ 38 സംവത്സരം കുളക്കരയിൽ കിടന്നതായ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്റെ ഒരു ചിന്തയുണ്ട്, 38 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കുളക്കരയിൽ കടന്നു വന്നപ്പോൾ അവന്റെ ആഗ്രഹം എത്രയും വേഗം സൗഖ്യം പ്രാപിക്കണമെന്നുള്ളതായിരുന്നു. അവനൊരു ഇൻസ്റ്റന്റ് പെയിൻ ഉണ്ടായിരുന്നു. അവന്റെ പെയിൻ എന്തായിരുന്നു? എനിക്ക് രോഗസൗഖ്യം ഉണ്ടാകണം,
എന്നാൽ 38 സംവത്സരം കഴിഞ്ഞ് യേശു കർത്താവ് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നുണ്ട് അവൻ അവിടെ കിടപ്പുണ്ട്. എന്നാൽ എന്റെ വിചാരം അവൻ കുളക്കരയിൽ നിന്ന് അല്പം മാറിയാ കിടക്കുന്നത്. കാര്യം എന്താണെന്നറിയാമോ? സൗഖ്യമാകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് നിന്റെ കിടക്ക നീ എടുത്തു പോകാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, 38 സംവത്സരം കഴിഞ്ഞപ്പോൾ കിടക്കയിട്ട് കിടക്കയിൽ സുഖമായി കിടക്കിയ അവന്റെ ഇൻസ്റ്റന്റ് പെയിൻ മാറി. ആ ഇൻസ്റ്റന്റ് പെയിന്റെ സമയത്ത് അവനായിരിക്കുന്നതായ അവനായി ഉണ്ടാക്കിയതായ ഒരു അവസ്ഥയിൽ അവൻ സന്തോഷം കൊള്ളുകയാ, അവൻ സംതൃപ്തി കൊള്ളുകയാ. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ആയിരിക്കുന്നത്, ഇപ്പോഴൊക്കെ നാം ആയിരിക്കുന്നതായ ഒരു ആത്മീകമായ ഒരു നിർവൃതിയുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ ജീവിത ശൈലിക്ക് പുകമറയിടുന്നതായിട്ടുള്ള, അല്ലെ അതിനൊരു ഉടുപ്പ് ധരിക്കുന്ന ഒരു തലമായി ഇന്ന് എന്റെ നിങ്ങളുടെ ആത്മീകത മാറുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സ്ഥാനമാനങ്ങളെ മായിക്കുന്നതായ മറയ്ക്കുന്നതായ ഒന്നായി നമ്മുടെ ആത്മീകത മാറുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറയും, ഞാനും നിങ്ങളും ഈ കുളക്കരയിലെ രോഗിക്ക് തുല്യരാ. 38 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റന്റ് പെയിനായി വർജിച്ച താല്പര്യത്തോടെ ആഗ്രഹത്തോടെ സൗഖ്യത്തിന് വേണ്ടി വ്യഗ്രതയോടെ കടന്നു വന്നവൻ ഇന്നിതാ അവൻ ഒരു മെത്തയിൽ കിടക്കുകയായി. എന്റെ വിചാരം അവൻ ഒരു നല്ല പ്രബന്ധമൊക്കെ ഉണ്ടാക്കി കാണുമായിരിക്കും. എങ്ങനെ എവിടെ നിന്ന് ചാടിയാൽ സൗഖ്യം ലഭിക്കും? കഴിഞ്ഞ 38 സംവത്സരമായി എത്ര ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം, അവർ ഏതൊക്കെ കോണിലൂടെ ചാടിയിട്ടുണ്ടായിരിക്കാം, എന്നാൽ എത്ര സെക്കൻഡ് എടുത്തത് ഈ വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയതയുടെ നാമായി ഉണ്ടാക്കിയതായ ഒരു സ്പേസിൽ ഇതുപോലെയുള്ളതായ ചില പ്രബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ അടയിരിക്കുന്നതായ ഒരു തരത്തിലേക്ക് ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയട്ടെ, യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നീ ആയിരിക്കുന്നതായ ഒരവസ്ഥയിൽ നിന്ന് ഒന്ന് അല്പം ഒന്ന് ഉയരണം, ഒന്ന് മാറി നിൽക്കണം. ഇവിടെ നാം വായിക്കുന്നു, അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറി യേശു കടന്നു വന്ന് സക്കായി ഇരുന്ന മരത്തിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് സക്കായിയോട് പറയുന്നു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. യേശുവിനെ ശ്രദ്ധയോടെ നോക്കുവാൻ വന്നവനെ യേശു കണ്ട് അവന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്ത ആരെങ്കിലും ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് മടങ്ങുമ്പോൾ യേശുവായി മാത്രമേ മടങ്ങാവുള്ളൂ. എത്രയോ വർഷങ്ങളായി ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ ഞാനും നിങ്ങളും ദൈവദിനം കേൾക്കുന്നവരാ, ദൈവദിനം പ്രഘോഷിക്കുന്നവരാ. എന്നാൽ 38 സംവത്സരം മുമ്പ് കുളക്കരയിൽ കടന്നു വന്നതായ പക്ഷപാതക്കാരന്റെ അനുഭവത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് സക്കായി മടങ്ങിപ്പോകുന്നതായ അനുഭവത്തിൽ ഞാനും നിങ്ങളും ഇവിടുന്ന് മടങ്ങണം. അവിടെ നാം വായിക്കുന്നുണ്ട്, സക്കായി ഇറങ്ങി വരികയാണ്. വേഗം ഇറങ്ങി വാ എന്ന കർത്താവ് പറയുന്നത്. നീ ആയിരിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് ഇറങ്ങണം. പണത്തിന്റെ കൊഴുപ്പുണ്ട്, അകന്തിയുണ്ട്, നീ ഇപ്പോൾ ജീവിക്കുന്ന ചില ജീവിത മൂല്യങ്ങളുണ്ട് മുറുകെ പിടിക്കുന്നതായ, അതിൽ നിന്നൊക്കെ നീ താഴോട്ടൊന്ന് ഇറങ്ങി വരണം. ഇന്നെന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, യേശുവിനെ ഇന്ന് നിന്റെ അടുക്കലുണ്ട്. അവൻ നിന്നോട് പറയാ, മകനെ മകളെ, ഇന്ന് ഞാൻ നിന്റെ കൂടെ ഭവനത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. നീ ആയിരിക്കുന്നതായ ജീവിതത്തിൻ്റെതായ ചില മേഖലകളിൽ നിന്ന് നീ ഒന്ന് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഇറങ്ങിയെങ്കിൽ മാത്രമേ യേശുവിനെ നിന്റെ ഭവനത്തിലെത്തുവാൻ സാധിക്കത്തുള്ളൂ. അതാ വീണ്ടും രണ്ടുപേരും ഒന്നിച്ച് നടക്കുക. ഒരു നിമിഷം സക്കായി നിന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ എന്റെ വസ്തുവകയെല്ലാം വിൽക്കുക, പാതി ദരിദ്രർക്ക് നൽകുക, പിന്നെ ബാക്കി പാതിയിൽ നിന്ന് ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളത് 4 ഇരട്ടിയായി മടങ്ങി നൽകുക. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ, യേശുവിനെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അങ്ങനെ വരുമ്പോൾ ഒരു രൂപാന്തരപ്പെട്ട അനുഭവത്തിലേക്ക് ഞാനും നീയുമായി തീരും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം നാം കേട്ടിട്ടുള്ള വാക്യമാ, എത്ര പ്രാവശ്യം നാം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്യമാ. ഇന്ന് തിരുത്തിയത് പറയണം. ഒരുവൻ ക്രിസ്തുവിലാകണമെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലണം. അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് ആ താല്പര്യത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കും.
പ്രവേശിച്ചാൽ പുതിയ അനുഭവത്തിലോട് മാത്രമേ മടങ്ങി പോകാവുള്ളൂ. അവിടെ പറയുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാക്കപ്പെടുന്നു. എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അനർഹമായി നേടിയിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും വേദനിപ്പിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് മടക്കി നൽകണം. യേശുവിനെ ശ്രദ്ധിക്കുന്നവൻ യേശുവുമായി മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇവിടെ അതാ അവന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ കർത്താവ് പറയാ, ഇവനും അബ്രഹാമിന്റെ സന്തതിയാ. പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ ഭവനം കടന്നു വന്നത് എന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയെങ്കിൽ വിളിച്ചു പറയട്ടെ, പാരമ്പര്യത്തിൽ ഊന്നി ജീവിക്കുന്ന ജീവിതങ്ങളെ പാരമ്പര്യം ഉണ്ടായിരിക്കാം. എന്നാൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? അവനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അവനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാക്കി അവനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടും, ഒരു രൂപാന്തരപ്പെട്ട അനുഭവമായി മാറ്റപ്പെടും. ഹല്ലേലൂയ. തൃശ്ശൂർ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു അല്ലേ? എന്റെ വിചാരം ഇതിനേക്കാൾ ഒരു 3 ഇരട്ടി ആളുകൾ ചിലപ്പോൾ ആ സ്റ്റേഡിയത്തിന് ചുറ്റുപാട് ഇരിപ്പുണ്ടായിരിക്കും. ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ ഇത്രയും ആളുകളെ ദൈവം കൂട്ടിവരുത്തുമെങ്കിൽ ഇന്നൊരു തീരുമാനമുണ്ടാകണം. എന്താണെന്നറിയാമോ? പുതിയ സൃഷ്ടിയായി ഞാൻ മടങ്ങണം. ഹല്ലേലൂയ. ഒരു നാമമാത്ര ക്രിസ്ത്യാനി ആയിട്ടല്ല. ഹല്ലേലൂയ. പിന്നെയോ ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ എന്റെ യേശുവിനെ കൊടുക്കണം. എന്നെ കാണുന്നവർ എന്റെ യേശുവിനെ ചോദിക്കണം. സാധിക്കുമോ? സാധിക്കണമെങ്കിൽ ഞാനും നിങ്ങളും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ ഏതാ 3.5 വർഷക്കാലം കൂടെ നടന്നവർ, അവന്റെ അത്ഭുതങ്ങൾ കണ്ടവർ, അവനോട് കൂടെ കിടന്ന് ഉറങ്ങിയവർ, വചനം പഠിച്ചവർ, അവനെ മനസ്സിലാക്കിയവർ. ചില ദിവസങ്ങൾ അവനിൽ നിന്ന് മാറി നിന്നപ്പോൾ അവനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അവന്റെ അകക്കണ്ണ് തുറക്കപ്പെടുമ്പോൾ യേശു എന്നവർ മനസ്സിലായി. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം, യേശുവേ എന്റെ അകക്കണ്ണനെ എന്ന് തുറന്നു നൽകണമേ. നിന്നെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ, നിന്നെ മനസ്സിലാക്കേണ്ടതുപോലെ ഒന്ന് മനസ്സിലാക്കുവാൻ എന്റെ അകക്കണ്ണനെ ഒന്ന് തുറക്കണമേ. ഞാനും നിങ്ങളും പരദേശികളാണ്. എത്ര നാൾ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാൽ ജീവിച്ചിരിക്കണമെങ്കിൽ എന്റെ അകക്കണ്ണ് തുറക്കണം. ഒന്ന്, എന്റെ പാപത്തിന്റെ വ്യക്തത വെളിവാകത്തക്കവണ്ണം, പാപത്തിന്റെ നഗ്നത വെളിവാക്കി തരാൻ എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ. ദൈവികമായ ഇടപെടൽ അറിയത്തക്കവണ്ണം എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറന്നു തരണമേ. അത് മാത്രമല്ല, പിന്നെയോ ദൈവികമായ പരിപാലനം ഒന്ന് അറിയുവാൻ, യേശുവിനെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ പുറത്തെയുള്ള കണ്ണ് എന്ത് ചെയ്യണം? പുറമേ നമുക്ക് 2 കണ്ണുകൾ തന്നിട്ടുണ്ട്. ഈ കണ്ണുകൾ എന്ത് ചെയ്യണം? നമുക്ക് വായിക്കാം. 119 സങ്കീർത്തനം 123 വാക്യം വായിച്ചാട്ടെ. 119 സങ്കീർത്തനം 123 വാക്യം. സങ്കീർത്തനം 123. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. അപ്പോൾ നമ്മുടെ പുറമേയുള്ളതായ ഈ കണ്ണ് കാത്തിരിക്കുന്ന കണ്ണായി മാറ്റപ്പെടണം. എന്ത് കാത്തിരിക്കണം? നിന്റെ രക്ഷയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരിക്കണം. യേശുവിന്റെ രക്ഷയെ കാത്തിരിക്കുന്ന കണ്ണുകളായി എന്റെ നിങ്ങളെയും കണ്ണുകൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുക. ലോകത്തിന്റെ പലതും നോക്കി അല്ലെ ക്ഷീണിച്ചതാണ്. ലോകത്തിന്റെ പലതും ലഭിക്കുവാൻ അതിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നോക്കി നോക്കി നമ്മുടെ കണ്ണുകൾ ക്ഷീണിക്കുമ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു, അവന്റെ വചനത്തിന്റെ രക്ഷയെ, നീതിയുടെ വചനത്തെയും അവന്റെ രക്ഷയെയും കാത്തിരിക്കുന്ന കണ്ണായി മാറ്റപ്പെടണം. അതുകൊണ്ട് യേശയ്യാ 40 അധ്യായം 31 വാക്യത്തിൽ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവയെ കാത്തിരിക്കുന്ന കണ്ണുകളായി എന്റെയും നിന്റെയും കണ്ണുകൾ മാറ്റപ്പെടണം. എന്താ യഹോവയെ കാത്തിരിക്കുന്ന കണ്ണായി മാറ്റപ്പെടേണ്ടത്? സങ്കീർത്തനം 25:3 പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ലോകത്തെ കാത്തിരുന്നാൽ ചിലപ്പോൾ ലജ്ജിതനായി തീരാം. എന്നാൽ യഹോവയെ കാത്തിരുന്നാൽ ഒരു നാളും ലജ്ജിതനായി തീരുകയില്ല. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ഈ ദൈവവചനം എടുത്ത ഒരാൾ പോലും ഇതുവരെ ലജ്ജിതരായി തീരുവാൻ ഈ ദൈവം സമ്മതിച്ചിട്ടില്ല. എന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ
ഞങ്ങൾ 2 സഹോദരന്മാരാണ്. എൻ്റെ അമ്മച്ചിയുടെ ഉദരത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ അമ്മച്ചിക്കൊരു ദർശനം ലഭിച്ചു. മകളെ, നിന്റെ ഉദരത്തിൽ തന്നിരിക്കുന്നത് ഒരു ശൗമേൽ ബാലനെയാണ്. ഞാൻ വളർന്നു വന്നപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, കുഞ്ഞെ, ഒരു ശൗമേൽ ബാലനായിട്ടാണ് നീ വളരേണ്ടത്. അതുകൊണ്ട് സാം എന്നുള്ള പേരൊക്കെ എനിക്ക് നൽകിയത്. എന്നോട് പറഞ്ഞു, ശൗമേൽ ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രവാചകനാണ്, അതുകൊണ്ട് നീ പ്രവാചകനായിരിക്കണം. ഞാൻ എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞു. എൻ്റെ വലിയ ആഗ്രഹം ടിബറ്റിൽ ഒരു മിഷണറി ആയി പോകണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അതിനുവേണ്ടിയൊക്കെ ഞാൻ ഒരുങ്ങി. എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ, പ്രായമായ മാതാപിതാക്കൾ, 2 സഹോദരങ്ങൾ, ഒരാള് ബിഷപ്പായി സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെയൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ടൊക്കെ സാഹചര്യങ്ങൾ എന്നെ അത് അനുവദിച്ചില്ല. എന്നാൽ പലരും എന്നോട് പറഞ്ഞു, കുഞ്ഞ്, നീ പ്രാർത്ഥിക്കണം. നിന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് അങ്ങനെ പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് ശുശ്രൂഷയ്ക്ക് നിന്നെ വിളിച്ചിറക്കും. ഞാൻ എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ്, സിവിൽ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് 14 വർഷക്കാലം ഒരു കോൺട്രാക്ടറായി, ഒരു ബിസിനസ്സുകാരനായി കോട്ടയത്ത് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറയുമായിരുന്നു, കുഞ്ഞെ, നീ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ ആകേണ്ടവനല്ല, ബിസിനസ്സുകാരനാകേണ്ടവനല്ല. പിന്നെയോ എൻ്റെ ഉദരത്തിൽ നിന്നെ തന്നപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ആലോചനയുണ്ട്, നീ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇറക്കപ്പെടേണ്ടവനാണ്. അന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അങ്ങനെ അമ്മച്ചിയോട് പറഞ്ഞുവെങ്കിൽ ആ ദൈവം എന്നെ ഒരു നാൾ വിളിക്കട്ടെ, അന്ന് ഞാൻ ഇറങ്ങാം. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ദൈവത്തിന്റെ സ്വരം എന്നെ തേടി വന്നു, മകനെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എന്റെ ബിസിനസിന്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ സമ്പത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പദവിയുടെയും അംഗീകാരത്തിന്റെയും ഒക്കെ മുകളിൽ കോട്ടയത്ത് ഞാൻ ജീവിക്കുമ്പോൾ അന്ന് കർത്താവിന്റെ സ്വരം വന്നു, മോനെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ അമ്മച്ചിയുടെ വാക്ക് ഞാൻ അന്ന് രാത്രിയിൽ ഓർത്തു. അമ്മച്ചിക്ക് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ ഓർത്തു. എപ്പോൾ എൻ്റെ കർത്താവിന്റെ സ്വരം എന്നെ തേടി വരുമോ അന്ന് എൻ്റെ കർത്താവിന്റെ വേലയിലേക്ക് ഞാൻ ഇറങ്ങും. അന്ന് രാത്രി ഞാൻ മുട്ടുമടക്കി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ തീരുമാനപ്പെടുത്തി, ഇന്നു മുതൽ ഞാൻ നിന്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുക. അത് രാവിലെ എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടൊക്കെ ഞാൻ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ എൻ്റെ കർത്താവിന്റെ വേലയിലായിത്തീരുക. ഹല്ലേലൂയ. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് അവൻ വിളിച്ചുവെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, 8 വർഷങ്ങളുടെ പുറകോട്ട് നോക്കുമ്പോൾ ഞാൻ പറയാം, അതിനേക്കാൾ മാന്യതയോടെ നിർത്തിയ ദൈവം. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഈ ദൈവദിനം ആരൊക്കെ എടുത്തിട്ടുണ്ടോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. യഹോവയെ കാത്തിരിക്കുന്ന കണ്ണുകൾ, ഹല്ലേലൂയ, ആ കണ്ണുകളായി എന്റെ നിന്റെ കണ്ണുകൾ മാറ്റപ്പെടണം. ഹല്ലേലൂയ. രണ്ടാമത് ഈ കണ്ണ് എന്തായി മാറ്റപ്പെടണം? നമുക്ക് നോക്കാം. സങ്കീർത്തനം എടുത്താട്ടെ, അതിന്റെ 119 സങ്കീർത്തനം 136 വാക്യം വായിക്കാം. അവിടെ പറയുന്നു, അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായിക്കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. കരയുന്ന കണ്ണായി മാറ്റപ്പെടണം. ഹല്ലേലൂയ. ഒന്ന്, യേശുവിന്റെ രക്ഷയെയും അവന്റെ വചനത്തെയും കാത്തിരിക്കുന്ന കണ്ണായി മാറ്റപ്പെടുന്നതോടൊപ്പം കരയുന്ന കണ്ണായി മാറ്റപ്പെടണം. ഹല്ലേലൂയ. എന്തിന് കരയണം? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ കണ്ണുനീർ ഒഴുക്കുന്ന കണ്ണായി മാറ്റപ്പെടണം. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി, നിന്റെ സമൂഹത്തിന് വേണ്ടി കരയുന്ന കണ്ണായി മാറ്റപ്പെടണം. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 17 വാക്യത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എന്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ. എന്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റുമിരിക്കുന്നു. എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകട്ടെ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, യാത്രയുടെ യാമങ്ങൾ മുട്ടുമടക്കി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായി ഞാനും നിങ്ങൾ മാറ്റപ്പെടണം. പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ വാചാലമായി സംസാരിക്കാൻ എനിക്ക് വരും. കാര്യം എന്താണെന്നറിയാമോ? കരയുന്ന അപ്പന്റെ അമ്മയുടെ മക്കളായി ജനിക്കുവാൻ, ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, വളരുവാൻ സാധിച്ചു എന്നുള്ളതാ എന്റെ ശുശ്രൂഷയുടെ ഏറ്റവും അനുഗ്രഹം. ഇതെന്റെ അമ്മച്ചിക്ക് 91 വയസ്സുണ്ട്. ഇന്നും യാത്രയുടെ യാമങ്ങൾ മുട്ടുമടക്കി കണ്ണുനീരോടെ ദൈവസന്നിധി ഇടവി നിൽക്കുവാൻ, അങ്ങനെയൊരു അമ്മയുടെ മകനായി ജീവിക്കുവാൻ, അങ്ങയുടെ അപ്പന്റെ മകനായി ജീവിക്കുവാൻ, ജനിക്കുവാൻ, വളരുവാൻ സാധിച്ചതാ എന്റെ ഭാഗ്യമെങ്കിൽ ഇന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, മാതാപിതാക്കളെ, നിന്റെ തലമുറയായിരിക്കുന്ന ഇടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ തൃശ്ശൂർ പട്ടണത്തെ കുറിച്ച് കരയുന്ന കണ്ണുകളായി നിന്റെ കണ്ണുകൾ മാറ്റപ്പെടണം. ഞാനും നീ ആയിരിക്കുന്ന സഭയെ കുറിച്ച് കരയുന്ന കണ്ണുകളായി മാറ്റപ്പെടണം. ദേശത്തെ കുറിച്ച് കരയുന്ന കണ്ണുകളായി മാറ്റപ്പെടണം. നിന്റെ കണ്ണുകൾ അവന്റെ തുരുത്തി ശേഖരിക്കപ്പെടുമ്പോഴാണ്
കണ്ണീരോടെ ഇടവില്ലായ വിശ്വാസത്തോടെ ദൈവസനെ ജീവിച്ചതായ ഒരുവന്റെ മാതാപിതാക്കളുടെ തലമുറ ഈ കേരളത്തിൽ ഉള്ളതുകൊണ്ട് ഇന്നും ഈ കേരളത്തിൽ ഈ സഭയിൽ ഹല്ലേലൂയ 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 ല്ലേ അങ്ങനെ കരയുന്നതിനെ കുറിച്ചല്ല, പിന്നെയോ നിന്റെ തലമുറയോർത്ത് കരയുന്നതായി, നിന്റെ സഭയെ ഓർത്ത് കരയുന്നവരായി, ക്രൈസ്തവ സഭയെ ഓർത്ത് കരയുന്നവരായി, ദേശത്തെ ഓർത്ത് കരയുന്നവരായി ഞാനും നിങ്ങൾ മാറ്റപ്പെടണം. അക്രമം നിറഞ്ഞതായ ലോകം, പീഡനങ്ങൾ നിറഞ്ഞതായ ലോകം, അല്ലെ, കൊള്ളയും കൊള്ളിവെപ്പും നിറഞ്ഞതായ ലോകം, സമാധാനമില്ലാത്തതായ ലോകം. ഹല്ലേലൂയ. പ്രവാചകൻ ചോദിക്കുക, ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആരുണ്ട്? ഇന്ന് രാത്രി വിളിച്ച് ചോദിക്കട്ടെ, ഈ തൃശൂർ പട്ടണത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ചോദിക്കട്ടെ, ഈ തൃശൂരിന് വേണ്ടി ഇടവിൽ നിന്ന് കരയുവാൻ ആരുണ്ട്? ഈ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ തീരുമാനമെടുക്കണം. ഓ കർത്താവേ, ഞാനുണ്ട്. ഈ ദേശത്തിന് വേണ്ടി കരയുവാൻ, യാത്രയുടെ യാമങ്ങൾ മുട്ടുമടക്കുവാൻ ഞാനുണ്ട്. നമുക്ക് തിരിഞ്ഞു മടങ്ങി വരാം. ഓ സങ്കീർത്തനക്കാരൻ പറയാ, ഓ ഞാൻ ഈ ദേശത്ത് പരദേശിയായി പാർക്കേണ്ടവനാ. എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ 70 ആകാം, ചിലപ്പോൾ 80 ആകാം. എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കണമെങ്കിലും എൻ്റെ അകക്കണ്ണ് ഒന്ന് തുറക്കപ്പെടേണ്ട. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ. ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുവാൻ എൻ്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ. പാപത്തിന്റെ വ്യക്തത വെളിവാകുവാൻ, പാപത്തിന്റെ നഗ്നത ഒന്ന് വെളിവാകുവാൻ, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ, വ്യത്യസ്തതയോടെ ജീവിക്കുവാൻ എൻ്റെ അകക്കണ്ണിനെ ഒന്ന് തുറന്ന് നൽകണമേ. ദൈവമേ, നിന്റെ പരിപാലനം ഒന്ന് അറിയുവാൻ, നിന്റെ ഇടപെടലൊന്ന് അറിയുവാൻ, നിന്നെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ എൻ്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കപ്പെടണമേ. എന്റെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ എന്റെ പുറമെയുള്ള കണ്ണിനെ കർത്താവേ നിന്നെ കാത്തിരിക്കുന്ന കണ്ണായി, കരയുന്ന കണ്ണായി, സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി കരയുന്ന കണ്ണായി എന്റെ കണ്ണിനെ ഒന്ന് തീർക്കണമേ. മനഃപൂർവ്വമായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവേളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവകൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവകൾ നീന്ന്. നമ്മുടെ വലത് കരം ഹൃദയത്തോട് ചേർത്ത് കൊടുക്കാട്ടെ. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കത് തിരിച്ചു നോക്കാം. കഴിഞ്ഞ 1 മണിക്കൂർ നേരം ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് നമ്മോട് കൃത്യമായി ഇടപെട്ടു. പാപത്തിന്റെ വഴിയിലാണോ ഞാനും നീയും സഞ്ചരിക്കുന്നത്? എന്റെ ചിന്ത പാപത്തിന്റെ വഴിയിലാണോ? എന്റെ താല്പര്യം, എന്റെ നോട്ടങ്ങൾ, എന്റെ ജീവിത രീതികൾ പാപത്തിന്റെ വഴിയിലാണോ? എന്നിൽ അകൃത്യമുണ്ടോ? എന്നിൽ അനീതിയുണ്ടോ? എന്നിൽ നിയമ ലംഘനങ്ങളുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് രാത്രിയിൽ എൻ്റെ അകക്കണ്ണ് തുറക്കണമേ. പാപം നിറഞ്ഞലായ ലോകത്തിൽ, പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ലോകത്തിൽ കർത്താവേ, വ്യത്യസ്തതയോടെ ജീവിക്കുവാൻ, വേറിട്ട് മാറി ജീവിക്കുവാൻ,
പാപത്തിന്റെ നഗ്നത വെളിവാക്കത്തക്കവണ്ണം അതൊന്ന് തുറന്ന് കാട്ടിത്തരുവാൻ തക്കവണ്ണം എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. മറ്റ് പല ഇടപെടലുകളും ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവേ നിന്റെ ഇടപെടലെന്നറിയുവാൻ, അതൊന്ന് മനസ്സിലാക്കുവാൻ എന്റെ അകക്കണ്ണ് തുറക്കണമേ. നിന്റെ പരിപാലനം അറിയുവാൻ ഇന്നലകളിൽ നിന്റെ പരിപാലനം എനിക്ക് ലഭിച്ചിട്ടും അത് മനസ്സിലാക്കാതെ ഞാൻ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ പരിപാലനം ഒന്ന് അറിയുവാൻ, നിന്നെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ, നിന്നെ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കുവാൻ, നിന്നെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയുവാൻ എന്റെ അകക്കണ്ണ് തുറക്കണമേ. നിനക്ക് നീ എനിക്കായി തന്നിരിക്കുന്ന എന്റെ പുറമെയുള്ള കണ്ണിന് കാഴ്ചയോടൊപ്പം ലോകത്തെ കാണുന്നതോടൊപ്പം എന്റെ കണ്ണ് കർത്താവേ നിന്റെ വചനത്തെ ഒന്ന് കാണുവാൻ, വചനത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ, അതിലൂടെ രക്ഷയുടെ അനുഭവത്തെ നിന്റെ വരവിനായി കാത്തിരിക്കുന്ന എന്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടി ഒന്ന് കരയുവാൻ, എന്റെ ദേശത്തിന് വേണ്ടി ഒന്ന് കരയുവാൻ, ആരുണ്ട് ഇടവിൽ നിൽക്കുവാൻ എന്നുള്ള ശബ്ദം കേട്ട് ഇതാ കർത്താവേ അടിയനിതാ, ഇന്നു മുതൽ കർത്താവ് ഇടിവിൽ നിൽക്കുവാൻ എന്നെ എടുക്കണമേ. എന്റെ കണ്ണിൽ നിന്ന് ഈ ജലനദി എന്ന് ഒഴുകുവാൻ, അത് ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവേ എന്നെ ഒന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പാട്ടുപാടുന്ന സമയം സ്തോത്രാഴ്ചയെടുത്തതിനു ശേഷം റോയ് ആശാരിക്കാരൻ റോയ് പ്രാർത്ഥിക്കുന്നതായി. Thank you.
നാളെ കൃത്യം 6:10 തന്നെ ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. നാളെ ദൈവവചനം പ്രസംഗിക്കുന്നത് കർത്താവിന്റെ വിലയേറിയ ദാസൻ എൽദോസ് കൊമ്പനാടാണ് എന്നുള്ള കാര്യം സമയത്ത് ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്ക് വിളമ്പിത്തന്ന എത്രയും ബഹുമാനപ്പെട്ട സാം കെ ഉദ്സാറിനുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കണം, കർത്താവിനെ കാണുവാൻ, കർത്താവ് എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ, കർത്താവിന്റെ വചനങ്ങളെ ന്യായപ്രമാണങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളിൽ നാളുകളിൽ തുറന്ന് അനുഗ്രഹമായ ജീവൻ നയിപ്പാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്ത കർത്താവിന്റെ വിലയേറിയ ദാസൻ സാം കെ ഉദ്സാറിനുള്ള നന്ദി സ്നേഹവും ദൈവനാമത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഗാനശുശ്രൂഷ പാടി നമ്മെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാളെയും മറ്റന്നാളിലും ബൈജു കോതമംഗലം എൽദോസ് ആയിരിക്കും ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിലയേറിയ നിങ്ങളുടെ സമയം ഈ വലിയവനായ കർത്താവിന്റെ പാദപ്പെടുത്തിയിരിക്കാൻ മാറ്റിവെച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്തെ നേടുവാൻ, കർത്താവിന്റെ വചനത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ മാനമംഗലത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട റോയി മാഷ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനായിട്ട് ദൈവം നമ്മെ തന്നെ ഏൽപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ വിലപ്പെട്ട ദാസനിലൂടെ അനുഗ്രഹീതമായ സന്ദേശം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവോളം നീ പകർന്നു തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ട് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ആരാധിപ്പാൻ, കാണേണ്ടവനെ കാണേണ്ടതുപോലെ കണ്ട് ആരാധിപ്പാൻ ഈ രാത്രി നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വചസ്സനായി സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രി വചനം കേട്ടൊരു കുഞ്ഞുപോലെ നശിച്ചു പോകാതെ എല്ലാവരും ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടവരായി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആവോളം പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച കർത്തദാസന് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ ദർശനം കൊടുത്ത് നിന്റെ വേലയ്ക്ക് വേണ്ടി അവിടുന്ന് വിളിച്ചു വേർതിരിച്ച് ഈ പട്ടണത്തിന്റെ നടുവിലും നിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അഭിഷേകം ചെയ്ത് അയച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. വരും കാലങ്ങൾ നിന്റെ ശുശ്രൂഷ മുഖത്ത് ലജ്ജിച്ചു പോകാതിരിപ്പാൻ നിന്റെ മകനെ കർത്താവെ നീ സഹായിക്കുമാറാകണമേ. കുടുംബമായി നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, 7 ദിവസകാലം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീതമായ ഈ ശുശ്രൂഷ ഈ പട്ടണത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം മാനിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മകന്റെ വലിയ സേവനത്തെ ശുശ്രൂഷയിൽ നീ കർത്താവ് അനുഗ്രഹിക്കണമേ. ജോലി ആന്റിക്കായി കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. നിന്റെ മക്കൾ നീ കുടുംബമായി ദൈവകൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട് സ്തോത്രം. കർത്താവ് പട്ടണത്തിലെ ശുശ്രൂഷ നേരിട്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടി നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം അഭിഷേകത്തോട് നിർത്തണമേ. ഇതിനുവേണ്ടി അല്പമായും അധികമായും കഷ്ടപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും നീ അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അടിയങ്ങൾ പിടിയട്ടെ, പിരിയാത്തവനായി നീ കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധയുമായ ത്രിയേകദൈവത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നാം ഇന്ന് കേട്ടതായി തിരുവനന്തപുരത്തുമേലും നാം എടുത്ത തീരുമാനങ്ങളുമേലും നമ്മുടെ ശുശ്രൂഷകളുമേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നാളത്തെ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. 6:10 തന്നെ ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. മണ്ണുത്തി ഭാഗത്തേക്ക് പോകാനുള്ളവർക്ക് വാഹനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും
സ്നേഹവന്ദനം അറിയിക്കുന്നു. നാളെയും കൃത്യം 6 മണിക്ക് തന്നെ ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും.